السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. അല്ലാഹു നമ്മയും നമ്മുടെ ബന്ധുമിത്രാദികളെയും സ്നേഹജനങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. പരിശുദ്ധമായ റജബിൻ്റെയും ഷഅബാനിൻ്റെയും ഒക്കെ പവിത്രത നേടിയെടുത്ത് ഏറ്റവും സന്തോഷത്തോടു കൂടി റമദാനിനെ സ്വീകരിക്കാനും ആത്മാഭിമാനത്തോടു കൂടെ സലാം പറയാനും അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ആധുനിക കാലത്ത് മനുഷ്യർ, പ്രത്യേകിച്ച് യുവ സമൂഹം, ഏതോ ഒരു മായാലോകത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സിനിമയും സീരിയലും പരസ്യങ്ങളും അപ്രകാരം തന്നെ സോഷ്യൽ മീഡിയയിലുള്ള വിവിധ പരിപാടികളുമൊക്കെ അവനെ യഥാർത്ഥ ജീവിതത്തിൽ നിന്ന് ഏതോ ഒരു സങ്കല്പ ലോകത്തിലേക്ക് എത്തിച്ചിരിക്കും. അതിൻ്റെ പ്രശ്നങ്ങൾ കേവലം വ്യക്തിയിൽ ഒതുങ്ങാതെ സാമൂഹികമായ വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന പ്രത്യേകമായൊരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. അത് നല്ല ബുദ്ധിപൂർവം, അതോടൊപ്പം ബോധപൂർവം അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ആസൂത്രണം ചെയ്യാതിരുന്നാൽ എല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ട ഒരു തലമുറയായി ഈ സമൂഹം മാറുമെന്നതിൽ ഒരു തർക്കമില്ല. സമയനഷ്ടം ആരാധനയെ മാത്രമല്ല ബാധിക്കുന്നത്, പഠനത്തെയും ജോലിയെയും മറ്റ് നമ്മൾ ഇടപെടുന്ന എല്ലാ കാര്യത്തെയും ഈ സമയനഷ്ടം വല്ലാതെ ബാധിക്കുന്നു. അത് കാരണമായി വിജ്ഞാനത്തിൻ്റെ മൂർച്ചയില്ലാതാകുന്നു. അപ്രകാരം സ്നേഹബന്ധങ്ങൾക്ക് വലിയ കോട്ടങ്ങളുണ്ടാകുന്നു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഏതോ ഒരു സങ്കല്പ ലോകത്താണ് ഇന്ന് ചെറുപ്പക്കാർ പ്രത്യേകിച്ചും ജീവിക്കുന്നത്, സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും കൂടുതൽ അവരെ ബാധിക്കുന്നതാണ് ഈ സ്ക്രീൻ അഡിക്ഷൻ. എന്നുവെച്ചാൽ മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയയും ഉപയോഗിച്ച് നമ്മിലും സമൂഹത്തിലും വരുന്ന പ്രത്യേകമായ ഗുണപ്രദമല്ലാത്ത മാറ്റങ്ങൾ വിസ്തരിച്ച് ചർച്ച ചെയ്യേണ്ടതാണ്. അത് സംബന്ധമായി ഉണ്ടാകുന്ന കുറേ അപാകങ്ങളുണ്ട് സമൂഹത്തിൽ. അത് മയക്കുമരുന്ന് പോലെയുള്ള ദൂഷ്യതകളെ പ്രേരിപ്പിക്കുന്നത്, കൊലപാതകത്തിനും മറ്റും കാരണമാകുന്നത്, എടുത്തുചാട്ടത്തിനും മുൻകോപത്തിനും കാരണമാകുന്നത്, കുടുംബ ബന്ധങ്ങൾക്ക് വലിയ വിള്ളലുണ്ടാക്കുന്നത്. ഒരൊറ്റ വർഷം കൊണ്ട് 4000 ചില്ലാനം കുടുംബിനികളാണ് അവരുടെ മക്കളെയും ഭർത്താവിനെയും ബന്ധുമിത്രാദികളെയും ഉപേക്ഷിച്ച് കാമുകന്മാരോടൊപ്പം ഇറങ്ങിപ്പോയത് എന്ന പുതിയ കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. അത് വളരെ മാരകല്ലേ. ഒരൊറ്റ വർഷം കൊണ്ട് 4428 കണ്ടാണ് എൻ്റെ ഓർമ്മയിൽ. എന്തായാലും 4500 തൊട്ടടുത്ത്. വളരെ സുഖപ്രദമായി ജീവിക്കുന്നവരാണ് ഭൂരിപക്ഷവും. അവർക്ക് സംവിധാനങ്ങളും സൗകര്യങ്ങളും സമ്പത്തും മക്കളും സന്താനങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരു ചെറിയ നിമിഷത്തെ പ്രലോഭനത്തിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തൻ്റെ വളരെ ചെറിയ രീതിയിലുള്ള ഒരു മോട്ടിവേഷനിൽ എല്ലാം ഉപേക്ഷിച്ചിറങ്ങിപ്പോവുകയാണ്. പിന്നീട് എന്ത് എന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പോലും ഈ മൊബൈൽ അഡിക്ഷൻ അവരെ സമ്മതിക്കുന്നില്ല. ഇത്ര വ്യാപകമായ രീതിയിൽ കുടുംബിനികൾ തന്നെ ഇറങ്ങിപ്പോകുന്നത്, ഇത് കുടുംബിനികളുടെ കണക്കാണ് കേട്ടോ. ഈ കല്യാണം കഴിക്കാത്ത പെൺകുട്ടികളിൽ ഉണ്ടാകുന്ന ഇത്തരം സംഗതികൾ, ആൺകുട്ടികൾ ഇത്തരം പെൺകുട്ടികളെ പ്രലോഭിപ്പിച്ചു കൊണ്ടുവരുന്നത്. മുമ്പ് ഞാൻ നിയമസഭയിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി, ആരോഗ്യമന്ത്രി, ടീച്ചർ അവതരിപ്പിച്ചൊരു കണക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 360ഓളം കുട്ടികളാണ് ഈ ചാടിപ്പോയതിന് ശേഷമുള്ള അക്രമങ്ങൾക്ക് വിധേയരായവരും പലരും മരണപ്പെട്ടു. അത് വലിയൊരു കണക്കാണ്. അപ്പൊ ഈ ആൺകുട്ടികൾ ഇറക്കിക്കൊണ്ടുവരുന്നതും പെൺകുട്ടികൾ ഇറങ്ങിപ്പോകുന്നതുമായ കണക്കുകളൊന്നും പറയാതെ കുടുംബവുമായി സ്വസ്ഥമായി ജീവിക്കുന്നവർ ഇറങ്ങിപ്പോകുന്നതാണ് ഞാൻ ഈ പറഞ്ഞ ഭീമമായ സംഖ്യ. എല്ലാത്തിനും കാരണം ഈ ഒരു മൊബൈൽ അഡിക്ഷനാണ്, ഈ ഒരു സ്ക്രീൻ അഡിക്ഷൻ. അപ്പൊ സ്വാഭാവികമായും വളരെയേറെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതും ഇത് സംബന്ധമായൊരു സാക്ഷരത, എങ്ങനെയൊക്കെ ആവണം ഇത് ഉപയോഗപ്പെടുത്തേണ്ടത് എന്നതിനെ കുറിച്ച് പക്വമായൊരു പഠനം, പരിശീലനം
നമുക്ക് വേണ്ടതാണ്, അതോടൊപ്പം നമ്മുടെ മക്കൾക്കും ആവശ്യമാണ്. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു രംഗത്തും പുരോഗതിയില്ലാത്ത വിധം തകർന്നു പോകുന്ന ഒരു സമൂഹമായി, തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധം തോറ്റുപോകുന്ന ഒരു സമൂഹമായി നമ്മൾ മാറേണ്ടി വരും. ഈ മൊബൈൽ അല്ലെങ്കിൽ സ്ക്രീൻ മാനിയ കൊണ്ടുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുറേ സംഗതികളുണ്ട്. അതിൽ ഇന്ന് സമൂഹത്തെ ഏറെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന അസൂയയെക്കുറിച്ച് ചിലത് നമുക്ക് പറയാൻ തോന്നും. അസൂയ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഹദീസും ആയത്തും തമ്മിലുള്ള ചർച്ച വല്ലാതെയൊന്നും ഈ വേദിയിൽ വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ധാരാളം കേട്ടവരാണ്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അൽ ഹസദു തഅകുലുൽ ഹസനാത്തി, നന്മകളെ അസൂയ നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഏത് പ്രകാരം? തീ വിറകിനെ നശിപ്പിക്കുന്നത് പ്രകാരം. ആർക്കും മനസ്സിലാകുന്ന ലളിതമായൊരു ഉദാഹരണമാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. വലിയ കാടുകൾ പോലും തീ പിടിച്ചമറിയുമ്പോൾ പിന്നെ അത് വെറും ചാരമായി മാറുന്നത് നമുക്കറിയാം. അപ്പം ഏത് പ്രകാരമാണോ അഗ്നി വസ്തുക്കളെ നശിപ്പിക്കുന്നത്, അപ്രകാരം അസൂയ നന്മകളെ നശിപ്പിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. പക്ഷേ ഖുർആനിൽ 4 ഇടങ്ങളിൽ അസൂയ എന്ന പേരിൽ, എന്ന രീതിയിൽ, എന്ന ആശയത്തിന് ഉപയോഗിക്കുന്ന ഹസദ് എന്ന പദത്തിൽ നിന്ന് നിഷ്ഭിന്നമായ വാക്യങ്ങളുണ്ട് 4 ഇടങ്ങളിൽ. അതല്ലാത്തടുത്ത് സൂചനകളുമുണ്ട്. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും സഹോദരന്മാരുടെയും കഥയെക്കുറിച്ച്, ചരിത്രത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നത് അഹ്സനുൽ ഖസസ് എന്നാണ്. ഖുർആൻ പറഞ്ഞു തന്നതിൽ ഏറ്റവും മനോഹരമായ കഥ. ഈ മനോഹരമായ കഥയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണപാഠം എന്താണ്? അസൂയ പാടില്ല എന്ന് തന്നെ. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ചില പ്രത്യേകമായ സവിശേഷതകളുണ്ടായി. സ്വന്തം സഹോദരന്മാരാണെങ്കിലും അർദ്ധ സഹോദരന്മാരാണ്, നേരെ ഉമ്മയുടെ മക്കളല്ല, പിതാവത്തെ സഹോദരന്മാർ. തൻ്റെ അർദ്ധ സഹോദരന്മാർക്ക് വലിയ അസൂയ അതിൽ വരുന്നു. സ്വാഭാവികമായും അവർ ഈ അസൂയ മൂത്ത് അവരുടെ ഉമ്മ അതിനിങ്ങനെ വളം വെച്ച് വളർത്തുകയും ചെയ്തപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അപായപ്പെടുത്താൻ അവർ ശ്രമിക്കുന്നു. പിന്നീട് അങ്ങോട്ടൊക്കെ വേറെയും കുറേ പ്രശ്നങ്ങളുണ്ടായി. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സൗന്ദര്യം കണ്ട് സുലൈഖ എന്ന മിസ്രിലെ രാജ്ഞിക്ക് അസൂയ വരുന്നത്, പിന്നീട് അവർ നടത്തുന്ന ചില അധമത്വങ്ങളും, അതിൽ നിന്നെല്ലാം മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തുന്നതും, അസൂയയ്ക്കൊപ്പം നടക്കാതെ ക്ഷമാപൂർവം അതിനെ കൈകാര്യം ചെയ്തതുകൊണ്ട് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പിന്നീടുണ്ടായ ഭൗതികവും ആത്മികവുമായ നേട്ടങ്ങളും നന്മകളും ഒക്കെയാണ് ഖുർആൻ നമ്മുടെ മുമ്പിൽ പറയുന്നത്. ഇപ്രകാരം വേറെയും ചില സഹോദരന്മാരുടെ കഥയുണ്ട്. സൂറത്തുൽ ഗഫിലൊക്കെ പറയുന്ന കർഷകരാകുന്ന 2 സഹോദരന്മാർ. ഒരാൾ നല്ല ഭക്തനായിരുന്നു, ദീനിബോധമുള്ള ആളായിരുന്നു, അള്ളാഹുവിന് ആരാധനകൾ അർപ്പിക്കുന്നയാളായിരുന്നു. മറ്റേയാൾ ഇതിൽ നിന്നെല്ലാം വിരുദ്ധനായി വെറും തൻ്റെ കൃഷി, തൻ്റെ ലോകം, തൻ്റെ സമ്പത്ത്, തൻ്റെ കുടുംബം, തൻ്റെ മക്കൾ എന്ന രീതിയിൽ ജീവിച്ചു. ഇന്നുള്ള ഏറ്റവും വലിയൊരു അനർത്ഥം അതാണ്. സമൂഹത്തെ കാണാതെ, നാം ചെയ്യേണ്ട സാമൂഹികമായ ബന്ധങ്ങളും സ്നേഹങ്ങളും ഒന്നും പുലർത്താതെ താൻ എന്ന രീതിയിലുള്ള വളർച്ച. അതുകൊണ്ടാണല്ലോ നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ മനുഷ്യനോടൊപ്പം എന്ന പേരിൽ നമ്മുടെ നേതൃത്വം ഇങ്ങനെയൊരു യാത്രയും ക്യാമ്പയിനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അവസാനം ഈ ഭക്തനായ മനുഷ്യനെ പരിഹസിച്ചുകൊണ്ട് തൻ്റെ സഹോദരൻ വിവിധങ്ങളായ സംവാദങ്ങൾ നടത്തുന്നു. സൂറത്തുൽ ഗഫിൽ അങ്ങനെ തന്നെ പറഞ്ഞു, വഹുവ യുഹാവിറുഹു, ഇദ്ദേഹം തൻ്റെ സഹോദരനോട് സംവാദം നടത്തുകയാണ്, തർക്കിക്കുകയാണ്. നിനക്ക് അള്ളാഹു എന്ത് നന്മ ചെയ്ത് നീ അള്ളാഹുവിനെ വിശ്വസിച്ചിട്ട്? നിന്റെ തോട്ടം കണ്ട വളരെ ഉണങ്ങിപ്പിടിച്ച് കിടക്കുന്നു, എൻ്റെതാണെങ്കിലോ എല്ലാ അർത്ഥത്തിലും പുഷ്കലമാണ്, നന്നായിട്ട് ഫലഭൂയിഷ്ടമാണ്. അങ്ങനെ അയാൾ വലിയ സന്തോഷത്തിൽ കൊയ്ത്തുത്സവത്തിൻ്റെ സമയത്തിയപ്പോൾ ആർഭാടത്തോടുകൂടെ കൊട്ടും കുരവയുമായി നാട്ടിലാകെ പരസ്യം ചെയ്ത് നാളെ രാവിലെ അവിടെ കൊയ്ത്ത് നടത്തുകയാണ് എന്ന രീതിയിൽ അദ്ദേഹം എല്ലാവരോടും പ്രചരിപ്പിച്ച് തൻ്റെ പരിവാര സമേതം പിറ്റേ ദിവസം രാവിലെ അവിടെ എത്തി നോക്കുമ്പോൾ അതെല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുന്നതും അദ്ദേഹത്തിന് യാതൊരുവിധ ഗുണവും കിട്ടാത്ത വിധം തൻ്റെ സമ്പത്തില്ലാതെയാകുന്നതുമാണ് ഖുർആൻ പറയുന്നത്. അപ്പം നേരാവണ്ണം ഖുർആൻ 4 ഇടങ്ങളിൽ അസൂയയെക്കുറിച്ച് പറയുമ്പോൾ മറ്റ് ചില ഇടങ്ങളിലൊക്കെ അസൂയയുടെ അനർത്ഥങ്ങളെ നമുക്ക് പാഠമായി പരിചയപ്പെടുത്തുന്നു. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ തിരുവചനങ്ങളിൽ നിരവധിയായ തവണ ഈ അസൂയയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു സമൂഹത്തിൽ, ഈ ഒരു ശ്രോതാക്കളിൽ അസൂയയും ഇസ്ലാമും തമ്മിലുള്ള
ഈ അസൂയയെക്കുറിച്ച് ഇസ്ലാം പറയുന്ന പ്രത്യേകമായ ഈ നിരോധങ്ങളെയും അത് പാടില്ലെന്നതിന് മതം നൽകുന്ന പ്രോത്സാഹനങ്ങളെയും പ്രത്യേകിച്ച് പറയണമെന്നില്ല. പുതിയ കാലത്ത് സംഭവിക്കുന്ന, പ്രത്യേകിച്ച് സ്ക്രീൻ മാനിയ കൊണ്ട് സംഭവിക്കുന്ന ഏതാനും ചില അസൂയ പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാരങ്ങളും ചർച്ച ചെയ്യുന്നത് വളരെ നന്നാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇന്ന് അസൂയ വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ താരതമ്യം ചെയ്യുന്ന ഒരു സ്വഭാവത്തിലേക്ക് മാറിയിരിക്കുന്നു. അതെങ്ങനെ സംഭവിക്കുന്നത്? സോഷ്യൽ മീഡിയയിൽ വരുന്ന റീൽസുകളും ഷോർട്സുകളും മറ്റ് വിവിധങ്ങളായ വീഡിയോസും ഏതെങ്കിലും ചില ആളുകളുടെ മഹത്വങ്ങളും അവർക്കുണ്ടായ ഗുണങ്ങളും അവർക്ക് ലഭ്യമായിട്ടുള്ള സന്തോഷങ്ങളും ആയിരിക്കും പർവ്വതീകരിച്ച് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതിനോട് നമ്മളെ കമ്പയർ ചെയ്യും, താരതമ്യം ചെയ്യും, നമ്മുടെ ജീവിതത്തെ അതിനോടൊപ്പം തട്ടിച്ചു നോക്കും, തുലനം ചെയ്യും. അസമയത്ത് വലിയ നിരാശ വരും. കാരണം ഈ സന്തോഷത്തോടുകൂടെ റീൽ ചെയ്യുന്നവരുടെ ജീവിതത്തിലും നിരവധിയായ ദുഃഖങ്ങളും പ്രയാസങ്ങളും പരാജയങ്ങളും ഉണ്ട് എന്ന ബോധത്തിൽ നിന്ന് മാറി അവരുടെയൊക്കെ ജീവിതം എന്നും സുന്ദരമാണ്, ഏറ്റവും ആനന്ദപൂർണമാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. സ്വാഭാവികമായും തൻ്റെ ജീവിതം വളരെ മോശമായല്ലോ എന്ന് വിചാരിച്ച് ഇത്തിരി അങ്ങനത്തെ ചിന്ത, ഈ ഒരു താഴ്ന്ന ചിന്തയൊക്കെയുള്ള ആളുകൾക്ക് ഈ കാണുന്ന റീൽസിലും ഈ കാണുന്ന ഷോർട്സിലുമുള്ള സർവരോടും അസൂയ വരുന്നു. അസൂയ എന്ന് പറഞ്ഞാൽ എന്താ? അതുകൂടെ നമ്മൾ മനസ്സിലാക്കണ്ടേ. അസൂയ എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് കിട്ടുന്ന നിഅമത്തുകളെ നീങ്ങിപ്പോവാനും നശിച്ചു പോവാനുമുള്ള നമ്മുടെ മാനസികമായ കടുത്ത താല്പര്യമാണ് അസൂയ എന്ന് പറഞ്ഞത്. അസൂയ പോലെ തോന്നുന്ന മറ്റൊരു സംഗതി ഉണ്ട്. അതിന് പരിശുദ്ധ ഇസ്ലാമിന്റെ ഭാഷയിൽ ഗിബ്തത്ത് എന്നാണ് പറയുന്നത്. അതെന്താ സംഗതി? അത് വേറൊരുത്തന് കിട്ടിയ ഗുണം അത് മതപരമായ വിരുദ്ധമൊന്നും അല്ലെങ്കിൽ എനിക്കും വേണം, എനിക്കും കിട്ടണം എന്ന അതിയായ ഒരു മോഹമാണ്. ഇതും അസൂയയും തമ്മിലുള്ള വ്യത്യാസം എന്താ? അസൂയയിൽ നമ്മുടെ സഹോദരന് അല്ലെങ്കിൽ ആരോടാണോ അസൂയ വരുന്നത് അയാളുടെ നന്മ നീങ്ങിപ്പോവണം എന്ന് ആഗ്രഹിക്കുന്നു, അയാൾ നശിക്കണം എന്ന് വിചാരിക്കുന്നു. അയാളുടെ മക്കൾക്ക് നല്ല പ്രതാപം, നല്ല ജോലി, അവരുടെ വീട്ടിൽ എപ്പോഴും സന്തോഷം, എങ്ങനെയെങ്കിലും അതൊന്ന് നശിച്ചു പോകണം എന്ന തീവ്രമായ വികാരമാണ് അസൂയയിൽ വില്ലനായി മാറുന്നത്. നേരെ മറിച്ച് വേറൊരാൾക്കൊരു നന്മ കിട്ടി, അയാൾ ദീനീപരമായി അതുകൊണ്ട് ഉഷാറായി നടക്കണമുണ്ട്, അത് എനിക്കും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതും അസൂയയല്ല, അതിന് ഗിബ്തത്ത് എന്നാണ് ഇസ്ലാമിന്റെ ഭാഷ. ചിലപ്പോഴൊക്കെ ഹദീസിൽ അതിനെക്കുറിച്ച് ഹസദ് എന്ന് പ്രയോഗിക്കണം നമുക്ക് കാണാൻ പറ്റും. ലാ ഹസദ ഇല്ലാ ഫിസ്നൈൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, രണ്ട് കാര്യത്തിലല്ലാതെ ഈ ഒരു വിചാരം പാടില്ല. മറ്റൊരാളത് നീങ്ങണം എന്ന് ആഗ്രഹിക്കാതെ അയാൾക്ക് ലഭ്യമായ നിഅമത്ത് എനിക്കും കിട്ടിയേക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് കാര്യത്തിൽ പരിമിതപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, ഒരാൾക്ക് നല്ല വിജ്ഞാനം ഉണ്ടായി, അദ്ദേഹം അതനുസരിച്ച് ജീവിക്കുന്നു. കണ്ടോ, അവിടെ ഇസ്ലാം പ്രധാനമാണ്. നിഅമത്ത് കിട്ടിയതിനൊക്കെ കൂടെ നമ്മളിങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ല. ഒരാൾ നല്ലൊരു കള്ള് കച്ചവടം തുടങ്ങി, അതിലയാൾക്ക് നല്ല ലാഭം കിട്ടിക്കൊണ്ടിരുന്നു, എനിക്കും വേണം ഒരു കള്ള് ഷാപ്പ് എന്ന് വിചാരിക്കാൻ പാടില്ല. നന്മയാവണം. ഒരാൾക്ക് അല്ലാഹു വിജ്ഞാനം നൽകി, ആ വിജ്ഞാനം കൊണ്ട് അയാൾ അധമത്വവും കാണിച്ച് നടക്കണം, എനിക്ക് അങ്ങനത്തെ വിജ്ഞാനം കിട്ടണമെന്ന് ആഗ്രഹിക്കാൻ പാടില്ല. നേരെ മറിച്ച് ഒരാൾക്ക് അല്ലാഹു നല്ല വിജ്ഞാനം നൽകി, അതുകൊണ്ട് അദ്ദേഹം ദീനീപരമായി സഞ്ചരിക്കുന്നു എങ്കിൽ എനിക്കും അങ്ങനത്തെ വിജ്ഞാനം കിട്ടിയേക്കണം എന്ന് ആഗ്രഹിക്കുന്നത് പാടുണ്ട്, അത് ശരിയാണ്. അപ്രകാരം ഒരാൾക്ക് അല്ലാഹു സമ്പത്ത് നൽകി, ആ സമ്പത്ത് അദ്ദേഹം ദീനീപരമായി ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നു. സമ്പത്ത് കൊണ്ട് ദുർവൃത്തി നടത്തുന്നവനെ കുറിച്ചല്ല ഞാൻ വിസ്തരിക്കണ്ടല്ലോ. സമ്പത്ത് കൊണ്ട് വേണ്ടാത്ത ഇനങ്ങൾ നടത്തുന്നവനെ കുറിച്ചല്ല, നേരെ മറിച്ച് സമ്പത്ത് ഒരാൾക്ക് അല്ലാഹു നൽകുന്നു, ആ നൽകിയ സമ്പത്ത് കൊണ്ട് അദ്ദേഹം വിശുദ്ധനായി ജീവിക്കുന്നു, പാവങ്ങളെ സഹായിക്കുന്നു, പൊതു പ്രവർത്തനങ്ങളിലൊക്കെ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നു, മുതാലിങ്ങൾക്ക് ഡ്രസ്സും കിതാബും മേടിച്ചു കൊടുക്കുന്നു. അങ്ങനത്തെ ഒരാളെ കാണുമ്പോൾ എനിക്കും അങ്ങനെ വേണം എന്ന് ആഗ്രഹിക്കാം. ഇവിടെയുള്ള വ്യത്യാസം ഞാൻ ഇനിയും പറയണ്ട. മറ്റേയാളുടേത് നീങ്ങിപ്പോവണം, നശിക്കണം എന്ന് വിചാരമില്ലാതെ തനിക്കും കിട്ടണം എന്ന ആഗ്രഹമാണിത്. ഇത് തന്നെയും എല്ലായിടത്തും വേണം എന്നില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടിടത്താണ് പറയുന്നത്. ഈ ഹദീസിന്റെ മറ്റൊരു റിവായത്തിൽ ഒരാൾക്ക് അധികാരം കിട്ടി, അതുകൊണ്ട് അദ്ദേഹം നന്മയോടുകൂടെ ജീവിച്ചു എന്ന് കൂടെ കാണാം. നേരെ മറിച്ച് യഥാർത്ഥത്തിൽ ഈ വിമർശിക്കപ്പെടുന്ന അസൂയ എന്താണ്? അത് നമ്മുടെ സഹോദരന് ലഭ്യമായ ഒരു ഗുണം ഇല്ലാതെയാവണം എന്ന് വിചാരിക്കുന്നതും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതുമാണ്.
കടുത്ത ഇത്തരം വിചാരം കൊണ്ട് ചിലപ്പോ മറ്റേയാളുടേത് ഇല്ലാതെയായി പോകുന്ന സംഗതികൾ പോലും ഉണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ് എന്ന് അസൂയക്കാരന്റെ അസൂയയിൽ നിന്ന് കാവൽ തേടാൻ വേണ്ടി പ്രത്യേകമായി പറയുന്നത്. അവിടെ സിഹറിനൊക്കെ അനുബന്ധമായിട്ടാണല്ലോ ഇത് ചർച്ച ചെയ്യണത്. ആ 2 സൂറത്തുകൾ ഖുർആനിലെ ഏറ്റവും അവസാനമായി ചേർത്ത ആ 2 സൂറത്തുകൾ, ഈ 2 സൂറത്തുകളിലും പറയുന്നത് ജ്യോതിഷം, മന്ത്രവാദം, സിഹിർ ഇങ്ങനെ ഉണ്ടാകുന്ന ഉപദ്രവങ്ങളാണ്. ഇത് പൈശാചികമായി ഉണ്ടാകും, മാനുഷികമായി ഉണ്ടാകും, അല്ലേ? മിനൽ ജിന്നത്തി വന്നാസ് എന്ന് അവിടെ തന്നെ പറയണില്ലേ? ജിന്നുകൾ പൈശാചികമായിട്ട് അത് സംഭവിക്കും. അതോടൊപ്പം വന്നാസ് ജനങ്ങളിൽ നിന്നും അതുണ്ടാകും. വിശുദ്ധ ഇസ്ലാം ഏറ്റവും കൂടുതൽ വെറുത്ത, നിഷേധിച്ച, നിരോധിച്ച പാപങ്ങളിൽപ്പെട്ടതാണ് ഈ കൂടോത്രം, സിഹിർ പോലത്തെ പരിപാടികളൊക്കെ, അല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട 7 പാപങ്ങൾ എണ്ണുമ്പോൾ അതിൽ പോലും ഹബീബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കൂടോത്രം ഏർപ്പാടിനെയും മറ്റൊരുത്തനെ ഇങ്ങനെ ഈ പൈശാചികമായ സേവൊക്കെ നടത്തിയിട്ട് അങ്ങനെ നടത്തിയ ആളുകളുടെ അടുത്ത് പോയിട്ട് അവർ പറഞ്ഞ കാശൊക്കെ നൽകിയിട്ട് ഓരോ നിഗൂഢ പദ്ധതികളൊക്കെ ചെയ്തിട്ട് തോൽപ്പിക്കുന്നതും, ഇത് സമൂഹത്തിൽ പലരും ഉപയോഗപ്പെടുത്തുന്നു എന്ന ഒരു പ്രത്യേകമായ കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും മികച്ച പാപങ്ങൾ എണ്ണുന്നിടത്ത് ഹബീബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒന്ന് സിഹറാണ്. എന്തെങ്കിലും ചെറിയ ആവശ്യം ഉണ്ടാവുമ്പോഴേക്ക് അസൂയയുടെ ഒരു മൂർത്ത ഭാവമാണിത്. നമ്മുടെ സഹോദരൻ ഒരു കച്ചവടം തുടങ്ങി, ആ കച്ചവടം നന്നായിട്ട് ഉഷാറായി വരുന്നു, ആളും അയാളുടെ കുടുംബം അതുവഴി രക്ഷപ്പെടുമെന്ന് തോന്നുമ്പോഴേക്ക് അപ്പുറത്ത് കച്ചവടം നടത്തുന്നവനാവട്ടെ അല്ലാതിരിക്കട്ടെ ഏതോ ഒരു ജ്യോതിഷ്യൻ്റെ അടുത്ത് പോകുന്നു. പിന്നീട് ഇങ്ങനെ ഒരു വിഷയമുണ്ട്, ഓനൊന്ന് തോൽപ്പിച്ചു തരണം എന്ന് പറയുന്നു. അയാൾ ആവശ്യപ്പെട്ട പണം നൽകുന്നു. എന്നിട്ട് പലജാതി സാധനങ്ങൾ കൊണ്ടുവന്ന് ഈ നിഗൂഢമായ കുറേ സംഗതികൾ അതിൽ വിശ്വാസം അർപ്പിച്ച് അതുവഴി ഫലം കിട്ടുമെന്ന് വിശ്വസിക്കുന്നതോടുകൂടെ തന്നെ അവന്റെ ഈമാനിന് പോലും തകരാറ് വരും. അതിൻ്റെ പുറമെ അസൂയയുടെ മൂർത്ത രൂപമായിട്ടാണ് അങ്ങനെ ഒരു സ്വഭാവത്തിലേക്ക് മനുഷ്യർ മാറുന്നത്. തൻ്റെ സഹോദരൻ്റെ ബിസിനസ് നടത്തി, അയാൾക്ക് നല്ല വിജയം കിട്ടി, അൽഹംദുലില്ലാ എന്ന് പറയാനുള്ള ഈമാനാണ് നമുക്ക് വേണ്ടത്. പലരും ഇതിനപ്പുറം കൂടോത്രം ചെയ്യാൻ പോവുക, അതിനുവേണ്ടി മാത്രം ബോർഡും വെച്ച് നിൽക്കുന്ന കുറേ ആളുകളുണ്ട്. ശ്രീ കുട്ടിച്ചാത്തൻ സേവാ മഠം എന്നൊക്കെ പറഞ്ഞിട്ട് പത്രങ്ങളിൽ നമ്മൾ പരസ്യം കാണും. അവിടെയൊക്കെ ചെന്ന് ഇത്തരം ആളുകൾ പറയുന്ന സംഖ്യയും വസ്തുക്കളും നൽകി ഈ സഹോദരനെ തോൽപ്പിക്കാൻ വേണ്ടി ഇത്തരം നിഗൂഢമായ പദ്ധതികൾ നിർവഹിക്കുന്നവരുണ്ട്. കടുത്ത പാപമാണ്, കടുത്ത പാപം. അസൂയ കൊണ്ടുണ്ടാകുന്ന വലിയൊരു അനർത്ഥാണിത്. അതിൻ്റെയൊക്കെ പുറമെ വലിയൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈയിടെ ഒരു ജ്യോതിഷിയുടെ, ഒരു സാമിയെ പോലുള്ള ആളുടെ ഒരു ക്ലിപ്പ് ഒരാൾ എനിക്ക് അയച്ചു തന്നു. അയാൾ ഇതിൽ പോലും വർഗീയത ഉണ്ടാക്കുകയാണ്. മുസ്ലിംങ്ങൾ ജിന്നിനെ വിട്ടിട്ടാണ് ഇത് നടത്തുക, അതിനെ പൊളിക്കാൻ സിമ്പിളായിട്ട് പറ്റും. അപ്പം അതുകൊണ്ട് നമ്മളാരും ബേജാറാവണ്ട. നോക്കിങ്ങൾ വർഗീയത എവിടൊക്കെയാണ് വരുന്നതെന്ന്. പരിശുദ്ധ ഇസ്ലാം കഠിനമായി വിരോധിച്ചൊരു പാപാണിത്. എന്നിട്ട് മുസ്ലിങ്ങളുടെ പരിപാടി ഇങ്ങനെ എന്ന് പറയുമ്പോഴേക്ക് തന്നെ ഭയങ്കരമായ വൈരുദ്ധ്യമാണ്. ഈ വട്ടത്രികോണം എന്നൊക്കെ പറഞ്ഞ പോലെയാണ്. വട്ടത്തിൽ ത്രികോണം ഉണ്ടാവും നമുക്കറിയാം, ഒരു നിലക്കും സംഭവിക്കൂല വട്ടത്രികോണം. അപ്പം മുസ്ലിങ്ങളുടെ ഇത്തരം പരിപാടികൾ വളരെ എളുപ്പമെന്ന് പറയുമ്പോഴേ ഇസ്ലാമും അതുമായിട്ടൊന്നും വലിയ ബന്ധമൊന്നുമില്ല. അങ്ങനെ ചില പുസ്തകങ്ങളൊക്കെ കാണുമല്ലോ നിങ്ങൾ, ഈ വട്ടത്രികോണം പോലത്തെ ഇസ്ലാമിക് വാസ്തുശാസ്ത്രം. എന്താ വാസ്തുപുരുഷൻ എന്നൊക്കെ പറഞ്ഞ? വാസ്തുപുരുഷൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവാണ്. ഇസ്ലാമിക് ബ്രഹ്മാവ് എന്ന് പറഞ്ഞു നോക്കി നിങ്ങൾ എങ്ങനെ ഉണ്ടാവും? ത്രിമൂർത്തികളാകുന്ന ചില സങ്കല്പം ഉണ്ടാവും. ശിവൻ സംഹാരം, ബ്രഹ്മാവ് നിർമ്മാണം, വിഷ്ണു നടത്തിപ്പ് എന്നൊക്കെ പറയുന്നത്. ഇത് 3 ദൈവങ്ങളാണ്. ഇതിൽപ്പെട്ട ഒരാളെ ബ്രഹ്മാവ്, അയാളാണല്ലോ നിർമ്മാതാവ് അവരുടെ അഭിപ്രായത്തിൽ. അപ്പൊ ഇയാളെ ഇങ്ങനെ വീട് നിർമ്മാണം, കെട്ടിട നിർമ്മാണത്തിൽ ഇങ്ങനെ ഈ തറയിൽ ഒന്നിച്ച് സങ്കല്പിക്കുന്ന ഒരു രീതി ഉണ്ട് ഈ ജ്യോതിഷത്തിൽ. അദ്ദേഹത്തിന്റെ കാലാണ് വെക്കേണ്ടത് ഈ കന്നിമൂലയിൽ, പടിഞ്ഞാറ് കിഴക്കാമൂലയിൽ അദ്ദേഹത്തിന്റെ കാല് വെക്കണം. അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് അദ്ദേഹത്തിന്റെ പൊക്കിളിന്റെ ഭാഗത്ത് പൂജാമുറി വേണം, അദ്ദേഹത്തിന്റെ തലയുടെ ഭാഗത്ത് ഈ അടുക്കള വരണം, വലത് കൈന്റെ ഭാഗത്ത് സിറ്റൗട്ട്, ഇങ്ങനെ ഒരു സങ്കല്പമുണ്ട്. അതിനു വേണ്ടിയാണ് ഈ ബ്രഹ്മാവ് വാസ്തുപുരുഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ അവർ സങ്കല്പിച്ച് കൂട്ടണത്. ഇസ്ലാമിക് ബ്രഹ്മാവ് എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കി നിങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ ഈ ഒലക്കുകയും പാന്തവനൊക്കെ ഏറ്റുവിട്ടണ മാതിരി, അതേ പ്രകാരം തന്നെ ഈ വട്ടത്തിൽ ത്രികോണം ഉണ്ടാകണ മാതിരിയുള്ളൊരു പരിപാടിയത്.
എന്നിട്ട് ഈ സ്വാമി പറയാണ് ഇസ്ലാമിക് ഈ കുടോത്രം എന്നൊക്കെ പറഞ്ഞാൽ ജിന്നിനെ വിടലാണ്, അവരെ വേഗം തിരിച്ച് അങ്ങോട്ട് വിടാൻ പറ്റും, അത് പൊളിക്കാൻ വളരെ എളുപ്പമുണ്ട്, അതുകൊണ്ട് ഹൈന്ദവരാവുന്ന നമ്മളൊന്നും ബേജാറാവണ്ടെന്ന്. പടച്ച റബ്ബേ, എവിടേക്ക് എത്തി വർഗീയത! ഇസ്ലാം ഒരു നിലക്കും അംഗീകരിക്കാത്ത ഈ സാധനം വരെയും ഒരു വർഗീയതയുടെ ടൂളായിട്ട് ഉപയോഗപ്പെടുത്തുന്ന കാലം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ നാട് തകർന്നു പോകരുത്. നമ്മുടെ ഈ നാടിന് വേണ്ടി, പാരമ്പര്യമുള്ള ഈ നാടിന് വേണ്ടി നമ്മൾ ഉറക്കൊഴിച്ച് കാത്തു നിൽക്കണം. ഇവിടുത്തെ സൗഹാർദ്ദവും ഇവിടുത്തെ സന്തോഷവും എന്നും എന്നും കളിയാടണം, നിലനിൽക്കണം. സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പോ ഏതെങ്കിലും ഒരുത്തൻ്റെ അടുത്ത് പോയി ഇതിനു വേണ്ടി ഇരിക്കുന്ന പണിയെടുക്കുന്ന ജ്യോതിഷിയുടെയും മറ്റും അടുത്ത് പോയി മറ്റൊരുത്തനെ തോൽപ്പിക്കാനും അവൻ്റെ ബിസിനസ് പൊളിപ്പിക്കാനും ഈ നിഗൂഢമായ മന്ത്രങ്ങളും തന്ത്രങ്ങളും ചില യന്ത്രം എന്നാ പറയാം അല്ലേ, ഇങ്ങനെ പല കള്ളിയൊക്കെ വരച്ചിട്ട് അതിൽ പല സംഗതി ഉണ്ടാക്കിയിട്ട് അവനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നതും ഇസ്ലാം വിരോധിച്ച കഠിനമായ പാപമാണെന്നറിയണം. ചെറിയൊരു വിഷയം ഉണ്ടാകുമ്പോഴത്തേന് തന്നെ ഇത്തരം ആളുകളുടെ അടുത്തേക്ക്. ഇത് റജബാണ്. റജബിന്റെയും ഷാബാൻ 15-ന്റെ ഒക്കെ പുണ്യം പറയുന്നിടത്ത് ഹദീസ് കാണാം, ജ്യോതിഷിയെ ആശ്രയിക്കുന്നവൻ അത് കിട്ടൂല. സാന്ദർഭികമായിട്ട് ഞാനത് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. നിത്യമായി കള്ളുടിക്കുന്നവൻ, നിത്യമായി വിഭജിക്കുന്നവൻ, അപ്രകാരം ജ്യോതിഷിയെ ഓരോ വിഷയത്തിനും ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നവൻ, അവനൊന്നും 15-ന്റെ ഷാബാൻ 15-ന്റെ പുണ്യം കുറേ വലിയ പുണ്യം പറയുന്നുണ്ട്. അത് ഈ വേദിയിലല്ലല്ലോ വിസ്തരിക്കേണ്ടത്, വേറെ വിഷയത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്. അതവന് ലഭ്യമാവില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഈ സീറിനെയും ജ്യോതിഷത്തെയൊക്കെ അത്രമേൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എത്ര അഭ്യസ്ത വിദ്യരാന്ന് പറയുന്ന ആളുകളും വിമാനവും മിസൈലും പുറത്തിറക്കാൻ വേണ്ടി പോലും ഇത് ഗണിക്കാനും ഗുണിക്കാനും നിൽക്കുന്ന പ്രത്യേകമായ സാഹചര്യത്തിൽ ഇതൊന്ന് വേറെ തന്നെ ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇതിൽ നിന്ന് സമ്പൂർണമായി വിട്ടുനിൽക്കാൻ ഇത്തരം ആരെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ അവരെ പ്രേരിപ്പിക്കണമെന്ന് ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുക. ഇത് അസൂയൻ്റെ ഒരു തിക്തഫലമാണ്. എന്തായാലും നമുക്ക് സ്ക്രീൻ എഡിഷനിലേക്ക് പോവാം. ഈ താരതമ്യം ചെയ്യലിന്റെ പ്രശ്നം, അപരൻ ഏതോ ഒരു മിഥ്യാലോകത്തിലാണെന്ന് വിചാരിക്കുന്നു, അവരുടെ ലോകം എപ്പോഴും സുന്ദരമാണെന്ന് വിചാരിക്കുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ ചില പെൺകുട്ടികൾ വരും. നമ്മൾ ആലോചിച്ച് നോക്കുക, മുസ്ലിം പെൺകുട്ടികളാണ് അതിൽ പലരും. എല്ലാ ദിവസവും വേറെ 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 ഡ്രസ്സ് ഇടുക. ഒരു ഡ്രസ്സിന് 2000 രൂപ ചിലവഴിച്ച് ചിലവ് വരും എന്ന് സങ്കല്പിച്ചോളൂ. നല്ല മികച്ച ഡ്രസ്സേ ഇടുള്ളൂ. ഡയലി വീഡിയോ പിടിപ്പിക്കുന്നത് വേറെ 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 ഡ്രസ്സിലാകുമ്പോൾ എത്ര രൂപ ഡ്രസ്സിന് വേണ്ടി മാത്രം ചെലവ് വരും? അവരുടെ വീട്ടിൽ എത്രക്ക് ഡ്രസ്സ് കുന്നുകൂടി കിടക്കും? ഇത് കാണുന്ന ഒരുത്തനാവോ ഈ കുട്ടി എന്തല്ലേ ഉഷാറ്, അവൾക്ക് എത്രയല്ലേ ഡ്രസ്സ്. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഈ ഡ്രസ്സ് പോലെയുള്ള സൗന്ദര്യ വസ്തുക്കളിൽ ഒരു പ്രത്യേകമായ താല്പര്യം ഉണ്ടാവും. അപ്പൊ ഇതേതോ ഒരു മിഥ്യാലോകത്തിലേക്ക് പോകുന്നു. അതോടുകൂടെ ഈ കുട്ടിയോട്, ഇതുപോലെയുള്ള കുട്ടികളോട് അസൂയ വരുന്നു. ഇതോടുകൂടെ ഒരു അപകർഷാബോധവും സംഭവിക്കുന്നു. ഇതിന്റെ രണ്ടാമത്തെ പ്രശ്നം അതാണ്. ഈ കമ്പയർ ചെയ്യുന്നതിന്റെ, ഈ റീലിലും വീഡിയോയിലും കാണുന്ന ആളുകളുമായി നമ്മളെ സ്വന്തമായിട്ട് കമ്പയർ ചെയ്യുന്നതിന്റെ രണ്ടാമത്തെ പ്രശ്നം അപകർഷാബോധത്തിലേക്ക് എത്തുന്നു. എന്ന് വെച്ചാൽ എന്നെ ഇതിനൊന്നും പറ്റൂല, ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു എന്നാളാന്നുള്ള ചിന്ത വരുന്നു. അതോടുകൂടെ എല്ലാ നന്മകളിൽ നിന്നും സ്വന്തമായി പിന്മാറാനും എല്ലാ നന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനും സ്വയം തീരുമാനിക്കുന്നു. ഇത് അസൂയയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു തിക്തഫലമാണ്. ആദ്യം അസൂയ വരികയാണ്. ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പെൺകുട്ടികൾ ആണ് ഇങ്ങനെ 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 അവരുടെ ഒരു സന്തോഷം എന്നും പറഞ്ഞിട്ട്. എങ്ങനെ ഇത് പറയാന്ന് എനിക്കറിയില്ല. വൃത്തികെട്ട കുറേ ക്ലിപ്പുകൾ ഈ സെക്സുമായി ബന്ധപ്പെട്ടത് സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണത്രേ. അതിന് പ്രത്യേകം സൈറ്റുകളുണ്ട്. ഹലാലായതും ഹറാമായതും, മീൻസ് ഗവൺമെന്റ് ഒക്കെ സമ്മതിക്കുന്നതും അതിൽ കയറിയാൽ ചില അനർത്ഥങ്ങളും പോലീസ് ഇടപെടലും ഒക്കെ ഉണ്ടാകുന്നതും, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളുമായി ബന്ധപ്പെട്ടപ്പോൾ അത് കാണുന്നതും അത് ഉപയോഗപ്പെടുത്തുന്നതും ഒക്കെ ഗവൺമെന്റ് പരമായിട്ട് തന്നെ നിഷിദ്ധമാണ്. അതാണ് ഞാൻ ഹറാമെന്ന് പറഞ്ഞത്. എന്നിട്ട് ഇത് അഭിനയമാണെന്ന ബോധത്തിൽ നിന്ന് മാറി ഇങ്ങനെയാണ് സർവ്വ മനുഷ്യരും എന്ന് തെറ്റിദ്ധരിക്കുന്നു. അതോടുകൂടെ ഞാൻ ഈ വിഷയത്തിനൊന്നും ഒരു കഴിവില്ലാത്തവനാണ് എന്ന വിചാരത്തിലേക്ക് മാറുന്നു ഒരു പക്ഷം. ഈ ബോധം വരുന്നതോടുകൂടെ അവനുള്ള കഴിവില്ലാതായി തീരുന്നു.
കുടുംബ ബന്ധങ്ങൾ തകരുന്നു. സെക്സിൻ്റെ ആനന്ദങ്ങളൊന്നും ആ സ്ത്രീ തീരെ അനുഭവിക്കാതെ വരുന്നു. പിന്നെ ഇതിനോട് വിരക്തി വരുന്നു. പിന്നെ പിണക്കുണ്ടാവുന്നു. കാരണം സെക്സിൽ തോൽക്കുന്നുള്ള ബോധം വരുമ്പോൾ എങ്ങനെങ്കിലും പിണങ്ങിയിട്ടാണ് ഞങ്ങൾ ഇതിൽ ഇടപെടാത്തത് എന്ന് തൻ്റെ ഇണയെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് മാറി നിൽക്കുന്നു. പിണക്കുണ്ടാകുന്നു. ഇതൊരു പക്ഷം. വേറെ ടീമോ വേറെ പക്ഷോ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നും കരുതി കൃത്രിമമായ ഔഷധങ്ങളും ലഹരി സേവയൊക്കെ നടത്തിയിട്ട് അവർ ആ പെണ്ണിനെ വല്ലാതെ പീഡിപ്പിക്കുന്നു. ഇതിൽ കാണുന്നത് അഭിനയമാണെന്ന ബോധത്തിൽ നിന്ന് മാറുന്നു. ഇത്രക്ക് അഡിക്റ്റാണ് മനുഷ്യൻ ഈ സ്ക്രീനിൽ. അത് ബിഗ് സ്ക്രീനായിട്ട് സിനിമയിൽ കാണുന്നതാണെങ്കിലും ഒരു മിഡിൽ സ്ക്രീനായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ പലരും ഫിറ്റ് ചെയ്തിട്ടുള്ള TV സംവിധാനങ്ങളാണെങ്കിലും നമ്മുടെ കയ്യിൽ പിടിക്കുന്ന ചെറിയ സ്ക്രീനാണെങ്കിലും മനുഷ്യനെ മിഥ്യാലോകത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. ഈ അപകർഷാബോധം കൊണ്ടുണ്ടാകുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങളുണ്ട്. നമ്മളെ ജോലിയിൽ തോറ്റു, എന്നെ പറ്റൂല എന്ന് കരുതും. കോടാനക്കോടികൾ സമ്പാദിച്ച ആളുകളുടെ ഫോട്ടോ വരുമ്പോൾ, അവരെ കുറിച്ചുള്ള റിപ്പോർട്ട് വരുമ്പോൾ ഞാൻ പറ്റ മോശമാണ്, എന്നെ പറ്റൂല എന്ന് വരും. ഇത് ഈ സ്ക്രീനിലുള്ള താരതമ്യം പ്രശ്നം കൊണ്ട് സംഭവിക്കുന്നതാണ്. കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, വിസ്തരിക്കേണ്ട ചില ഭാഗങ്ങളുണ്ട്. അപ്രകാരം തന്നെ ഈ സ്ക്രീനിലുണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ് മാനസികമായ ആരോഗ്യ പ്രശ്നങ്ങൾ. ഇതെങ്ങനെ സംഭവിക്കുന്നത്? സ്ക്രീൻ അഡിക്റ്റ് ആകുന്നതോടുകൂടെ അവർക്ക് വിഷാദം വരും. വിഷാദം എന്ന് പറഞ്ഞാൽ അറിയാലോ, അത് മാനസികരോഗത്തിന്റെ തുടക്കമാണ്. ഒന്നിനോടും ഒരു ബന്ധമില്ലാതെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചങ്ങനെ ഇരിക്കും. മറ്റുള്ള ആളുകളുടെ മഹത്വം കാണുന്നതോടുകൂടെ ഉത്കണ്ഠയിലേക്കും പോകും. വിഷാദം എന്ന് വേറെയാണ്, ഉത്കണ്ഠ വേറെന്നാണ്. ഇതുവഴി ഉണ്ടാകുന്ന മറ്റൊരു മാരകമായ പ്രശ്നമാണ് ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകുന്നു. അപ്പൊ വിഷാദിച്ചിങ്ങനെ ഇരിക്കുന്ന ആൾക്ക് അദ്ദേഹത്തിന്റെ ജോലി രംഗത്ത് ശോഭിക്കാൻ കഴിയില്ല. സ്വാഭാവികമായും മാനേജറുമായിട്ട് അവരുടെ ബന്ധം മുറിയും, കമ്പനിയുമായുള്ള ബന്ധം മുറിയും, ജോലിയുമായുള്ള ബന്ധം മുറിയും. ജോലി ഇല്ലാതാകുന്നതോടെ സാമ്പത്തികമായി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതോടുകൂടെ കുടുംബമായിട്ട് ബന്ധം മുറിയും. ഇതുവരെ തന്നെ ആശ്രയിച്ചിരുന്ന ആളുകളൊക്കെയും ഇയാളുമായി പിണങ്ങും. ഇതൊരു ശൃംഖലയായിട്ട് പോവുകയാണ്. നിന്റെ ബന്ധങ്ങൾ ഓരോ കണ്ണി ഇണക്കി ചേർക്കാൻ വിചാരിച്ചാൽ അത് സമൂഹത്തിന്റെ എല്ലാ തലങ്ങളെയും ബാധിക്കും നമുക്കറിയാൻ പറ്റും. ഇപ്പൊ പുറം ലോകത്ത് ഇപ്പോൾ ഒരു ക്ലബിൽ സജീവമാകുന്ന ഒരാളാണ് സങ്കല്പിച്ചോളൂ. അവർ ഒരു സയൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നടത്തുകയാണ്. അപ്പൊ നമ്മുടെ ക്ലബിന്റെ ആളുകളെല്ലാം 1000 രൂപ എടുക്കണം എന്ന് പറഞ്ഞാൽ ഇവന്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ലേ? അതോടുകൂടെ ക്ലബ് പോയിട്ട് അവന്റെ ബന്ധം പോകും. അപ്പൊ കൂടുതൽ കൂടുതൽ വിഷാദത്തിലേക്ക് വരും. ഈ വിഷാദത്തിൽ നിന്ന് തനി ഭ്രാന്തിലേക്ക് പോകും മനുഷ്യൻ. ഇങ്ങനെ ഒരു മായാലോകത്ത് എല്ലാവരും ഇങ്ങനെ സ്വപ്നം കാണുന്നു. നമുക്കറിയാം ആലീസും അത്ഭുത വിളക്കുകളൊക്കെ. ആലീസിന്റെ കഥ നമുക്കറിയാം, പിന്നെ ഭൂതത്തിന്റെ കഥയൊക്കെ അറിയാം, ഈ അറബിക് കഥകളിലുള്ള ജിന്നുകളെ കഥയൊക്കെ നമുക്കറിയാം. സത്യത്തിൽ അതൊക്കെ ഓരോ കഥകളാണല്ലോ. ഇതുപോലുള്ള ഏതോ ഒരു ലോകത്തപ്പം മനുഷ്യന്മാരുള്ളത്. ഇതുപോലുള്ള ഏതോ ഒരു ലോകത്താണ് മനുഷ്യന്മാരുള്ളത്. പണം ഉണ്ടാക്കണം എന്ന് മാത്രമാണല്ലോ നമ്മുടെ യുവതലമുറയുടെ ചിന്ത. അതിനെന്താ മാർഗം? മാർഗം അവർക്ക് വിഷയമേ അല്ല, പണം വരണം. അതിന് സെക്സ് വർക്ക് നടത്താം. മനോഹരമായ പേരാ. വ്യഭിചാരം എന്ന് പറയരുത്, വേശ്യപ്പണി എന്ന് പറയരുത്, സെക്സ് വർക്ക് എന്ന് പറയണം. അത് നടത്താം. താൻ നടത്തിയ സെക്സ് വർക്കിന്റെ പോരിഷ പറയുന്ന പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാം. ഏത് തലത്തിലേക്ക് എത്തുന്നു നമ്മൾ? മയക്കുമരുന്ന് വ്യാപനം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? വിതരണത്തിന് ആളുകൾ കൂടുന്നത് കൊണ്ടാണ്. ഈ വിതരണത്തിന് ആൾ കൂടുന്നത് എന്തുകൊണ്ടാണ്? പണം പണം പണം, വമ്പിച്ച പണം, കൊട്ടേഷൻസ്. ആരെ വെട്ടണമെങ്കിലും വെട്ടും. എന്തിനാ? പറഞ്ഞ പൈസ കിട്ടും. സ്മഗ്ലിംഗ് എത്ര മാരകമാണ്. നമ്മുടെ ഗവൺമെന്റിന്റെ നിയമങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് സ്വർണ്ണം ഇറക്കുന്നതും മറ്റു പല സംഗതികളും ഇറക്കുമതി ചെയ്യുന്നത്. എന്നിട്ട് തട്ടിപ്പിലൂടെ ഇറക്കി അതിൽ നിന്ന് പണം ഉണ്ടാക്കണം. അതിനുവേണ്ടി ചെറുപ്പക്കാരൊക്കെ തയ്യാറാണ്. അവരെ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്താൻ വലിയ മാഫിയകളുണ്ട്. എല്ലാം സൃഷ്ടിക്കുന്നത് സിനിമയിൽ നിന്നും സീരിയലിൽ നിന്നും സ്ക്രീനിൽ നിന്നും ലഭ്യമാകുന്ന മിഥ്യാബോധമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ബന്ധങ്ങളിൽ വലിയ വിള്ളലുണ്ടാകും. പരസ്പരം വിശ്വാസമില്ലാതെയായി മാറും. സൈബർ അക്രമങ്ങൾ വഴി ഒരു മനുഷ്യനെ പറ്റേ തോൽപ്പിക്കാൻ പറ്റും. ഒരാളോട് നല്ല അസൂയ വരുന്നു.
ഉദാഹരണമായി നാട്ടിൽ നല്ലൊരു കച്ചവടക്കാരനുണ്ട്, അയാൾക്ക് എല്ലാ അർത്ഥത്തിലും ഉഷാറുണ്ട്, അയാളോട് അസൂയ വരുന്നു, ഉടനെ തന്നെ സൈബർ അറ്റാക്ക് തുടങ്ങുകയാണ്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഒരു നല്ല ഹോട്ടൽ നടക്കുകയാണ്, ആ ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോവുക, പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ദുഷിച്ച സാധനം ഒരു കയ്യിൽ കരുതുക, പാറ്റ, കൂറ, മുടി പോലത്തെ സാധനങ്ങളൊക്കെ ഭക്ഷണത്തിനിടക്ക് അത് അവർ ഭക്ഷണത്തിലിട്ടിട്ട് അതിൽ എന്നുള്ള രീതിയിൽ പ്രത്യക്ഷപ്പെടുത്തുക, എന്നിട്ട് ബഹളം വെക്കുക. ഈ ബഹളം മൊത്തം വീഡിയോ ചെയ്യുക, അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ മൊത്തം ഇത് പ്രചരിപ്പിക്കുക. ആ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ കൂറനെ കിട്ടും എന്ന്. അത് എത്ര മാരകമായിട്ടാണ് ബാധിക്കുന്നത് എന്ന് വെച്ചാൽ, ഒരു സയ്യിദ് അവറുകൾ നേർച്ചയുടെ ചോറിൽ ഇത്തിരി എടുത്തിട്ട് അതിലേക്ക് മന്ത്രിച്ച് ഇങ്ങനെ ഊതുന്നത്, എന്നിട്ട് ആ ചോറ് അതിലിട്ടുന്നത് വിശ്വാസിക്ക് ഏറ്റവും സന്തോഷകരാണ്. പക്ഷെ ഇത് ഭക്ഷണത്തിൽ തുപ്പുന്നു എന്ന് പറഞ്ഞ രീതിയിലാണ് ആദ്യം പ്രചരിപ്പിക്കപ്പെട്ടത്. പിന്നീട് ഭക്ഷണത്തിൽ തുപ്പൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കപ്പെട്ടു. പിന്നെ ഹലാൽ ഫുഡ് എന്ന് പറഞ്ഞാൽ തുപ്പിയിട്ടിളക്കണ ഫുഡാണ് എന്നുള്ള രീതിയിലേക്ക് ആകെ കോലം മാറ്റി. ആരാ ഈ തുപ്പൽ ഭക്ഷണത്തിലേക്ക് നടത്തുന്ന ആളുകൾ? ആരെങ്കിലും ഇത് ചെയ്യൂ? ഒരു സയ്യിദ് അവർകൾ ഇങ്ങനെ ഖുർആൻ ഓതിയിട്ട് ഊതിയതാണ്. അതിൽ വിശ്വാസി അത് അംഗീകരിക്കുന്നതാ. പരിശുദ്ധ ഖുർആനിലെ 17 അധ്യായം അൽ-ഇസ്രാഇന്റെ 82-ാമത്തെ വചനത്തിൽ വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ എന്ന് പറയുന്നിടത്ത് പൂർവികരാവുന്ന പണ്ഡിതന്മാർ അത് വിസ്തരിച്ച് തന്നതുമാണ്. ഒന്ന് ഊതുമ്പോഴേക്ക് ഭക്ഷണത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ? നമ്മൾ ചൂടാറാൻ ഊതാറില്ലേ? എന്തെങ്കിലും സംഭവിക്കാറുണ്ടോ? ഊതണോ ഊതണ്ടേ എന്നുള്ളത് വേറെ കാര്യം. ചൂടാറാൻ വേണ്ടി ഊതണോ ഊതണ്ടേ എന്നുള്ളത് മറ്റൊരു കാര്യം. മതം അത് പ്രോത്സാഹിപ്പിക്കുന്ന സാധനമല്ല. പക്ഷെ എല്ലാവരും വ്യാപകമായി ചെയ്യുന്നതല്ല ചൂടാവാൻ വേണ്ടിയിട്ട് ഊതൽ. എന്നിട്ട് എന്തെങ്കിലും പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഒരു സയ്യിദ് അവർകൾ ഭക്ഷണത്തിലേക്ക് ഊതി എന്നതുകൊണ്ട് ഒന്നും സംഭവിക്കൂല. പക്ഷേ ഹലാൽ ഫുഡ് എന്ന് പറഞ്ഞാൽ തുപ്പിയ ഫുഡാണ് എന്നിടത്തിലേക്ക് സൈബർ ആക്രമണം വഴി എത്തിക്കാൻ പലർക്കും സാധിച്ചു. അതുകൊണ്ട് കുറേ മനുഷ്യന്മാർ കഷ്ടപ്പെട്ടു. അതന്നെ മതം എന്നതിൽ നിന്ന് മാറി നിന്നിട്ട് മനുഷ്യൻ എന്നുള്ള രീതിയിൽ ചിന്തിച്ചു നോക്കൂ. കുറേ വീട്ടിൽ പട്ടിണി വന്നു, കുറെ ആളുകൾക്ക് അവരുടെ ജോലി നഷ്ടപ്പെട്ടു. അവ സൈബർ അക്രമം വഴി ഏതു മനുഷ്യനെയും തോൽപ്പിക്കാൻ പറ്റും. അതിന് ഒരുമ്പെട്ട ഒരു പെണ്ണോ ഏതെങ്കിലും ഒരു മനുഷ്യനോ ഉണ്ടായാൽ മതി. ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരു 18 വയസ്സിൽ താഴെയുള്ള ഒരു ആൺകുട്ടി, അവനെ ഉപയോഗപ്പെടുത്തി രക്ഷിതാവിന് അധ്യാപകനെ ശരിയാക്കാൻ പറ്റും. അയാളുടെ കരിയർ മൊത്തം കരിച്ചു കളയാൻ പറ്റും. വെറുതെ കുട്ടിയൊരു ആരോപണം നടത്തുന്നു. ഈയിടെ 4 വർഷം ഒരു മദ്രസ ഉസ്താദ് തെക്ക് ഭാഗത്ത് ജയിലിൽ കിടന്നു. എന്തായിരുന്നു? ഇതന്നെ ബോക്സോ. അവസാനം ആ കുട്ടിക്കൊരു കുറ്റബോധം തോന്നി. ആ കുട്ടി വിചാരണക്കിടയിൽ കോടതിയോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഐസ്ക്രീം മേടിച്ചു തരാമെന്ന് ഉപ്പ പറഞ്ഞതുകൊണ്ട് പറഞ്ഞതായിരുന്നു. ഉസ്താദിനെ തൊട്ടിട്ടില്ല എന്ന്. ഉസ്താദിനെ തൊട്ടിട്ടില്ല, പക്ഷെ ഉപ്പ പറഞ്ഞു ഐസ്ക്രീം മേടിച്ചു തരും. ഇങ്ങനെയൊക്കെ പറയണം. വ്യക്തിപരമായി ഉസ്താദും ഈ ഉപ്പയും തമ്മിൽ എന്തോ ഒരു ഉടക്കുണ്ടായി. അയാൾ ആലോചിച്ചു, അയാളുടെ കുബുദ്ധിയിൽ തെളിഞ്ഞു. ഈ സ്ക്രീൻ അയാളിൽ നടത്തിയ സ്വാധീനത്തിൽ നിന്ന് അയാൾക്കൊരു നല്ല ബുദ്ധി വന്നു. വെറുതെ കുട്ടിനെ കൊണ്ടൊരു ആരോപണം പറയിപ്പിക്കണം. അതോടുകൂടെ ആളുടെ കഥ കഴിഞ്ഞു. 64 കൊല്ലൊക്കെയാണ് ജയിൽവാസം വരികയെന്ന് തെളിയിക്കാൻ കഴിയില്ല. കുട്ടി സമ്മതിച്ചു, കുട്ടി പറഞ്ഞു എന്നത് മാത്രം മതി. കുട്ടി പറഞ്ഞു എന്നൊരൊറ്റ കാര്യം മാത്രം മതി. അങ്ങനെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു, 4 വർഷം ജയിലിലിടുന്നു. വിചാരണക്കിടയിൽ കുട്ടിക്ക് കുറ്റബോധം തോന്നുന്നു. കുട്ടി ഈ നഗ്ന സത്യം വിളിച്ചു പറയുന്നു. അദ്ദേഹത്തെ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞ് കോടതി വെറുതെ വിടുന്നു. അയാളെ നഷ്ടപ്പെട്ട 4 വർഷത്തിന് എങ്ങനെ പരിഹാരം ചെയ്യാം? 4 വർഷം പോട്ടെ എന്ന് വെക്കാം. അദ്ദേഹത്തിനും കുടുംബത്തിനും നഷ്ടപ്പെട്ട ആത്മാഭിമാനത്തെ എങ്ങനെ തിരിച്ചു പിടിക്കാൻ പറ്റും? കുടുംബം വെറുത്തില്ലേ? കുടുംബം പോലും എല്ലാവരും ആ വീട്ടിലേക്ക് വരല് നിൽക്കൂലേ? ഒരു പൊതുപരിപാടിയിലേക്ക് അവർക്ക് പോകാൻ വയ്യാന്നാവൂലേ? ഇദ്ദേഹത്തിന് മക്കളുണ്ടാവില്ലേ? ഇദ്ദേഹത്തിന് ഭാര്യ ഉണ്ടാവില്ലേ? ആ മക്കൾക്ക് സ്കൂളിൽ പോകാൻ എങ്ങനെ പറ്റുക? ആ കുഞ്ഞുമക്കൾ ഈ 4 വർഷം അനുഭവിച്ച മാനസികമായ ബുദ്ധിമുട്ടുകൾക്ക് എങ്ങനെ, ഏത് കോടതിക്ക് പരിഹാരം ചെയ്യാൻ പറ്റുക? അപ്പൊ അസൂയ വരുന്നതോടുകൂടെ സൈബർ അക്രമങ്ങൾ നടത്തുന്നത് ഈ കാലത്തൊരു പ്രത്യേകമായ ട്രെൻഡാണ്. പടച്ച റബ്ബ് പൊറുക്കുമെന്ന് ആരും മനസ്സിലാക്കരുത്. കാരണം ഇതൊരു ആളെയല്ല ബാധിക്കുന്നത്, ഒരു സമൂഹത്തെ മൊത്തം. ഇപ്രകാരം സെക്സ് ആരോപണത്തിന് വിധേയനായ ഒരു ഉസ്താദ് പിന്നീട് അനുഭവിച്ച
തിക്തമായ യാഥാർത്ഥ്യങ്ങൾ അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വന്തം മകൻ പോലും അവന്റെ ഭാര്യയെ, ഇദ്ദേഹത്തിന്റെ മരുവളെ കൂട്ടിക്കൊണ്ടുപോയി ബാംഗ്ലൂരിലേക്കോ മറ്റോ അവന്റെ ജോലി സ്ഥലത്തേക്ക്. എന്തിനാ? ഇനി നിങ്ങളെടുത്തത് വെള്ളം വെക്കാൻ പറ്റൂല എന്നും പറഞ്ഞിട്ട്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, മനുഷ്യനിൽ, സ്വന്തം മോനിൽ പോലും ഈ സ്ക്രീൻ നടത്തുന്ന സ്വാധീനം ആലോചിച്ച് നോക്കൂ. ഇനി നിങ്ങളടുത്ത് എൻ്റെ ഭാര്യനെ വെക്കാൻ പറ്റൂല. അദ്ദേഹത്തിന്റെ അടുത്തായിരുന്നു ഉമ്മ ജീവിച്ചത്. ഉമ്മനെ അഞ്ചം കൂട്ടി കൊണ്ടുപോയിന്നാണ്. മോളെ കെട്ടിച്ചു കൊണ്ടുപോയ ചങ്ങാതി പെണ്ണിനെ വീട്ടിൽ കൊണ്ടുവന്നാക്കി. ഇനി എനിക്ക് ഇവളൊപ്പം പൊറുക്കാൻ കഴിയില്ല എന്നും പറഞ്ഞിട്ട് കേവലം ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുത്തപ്പോ ഇദ്ദേഹത്തെ തോൽപ്പിക്കണം എന്ന് കരുതിയിട്ട് സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയ ഒരു പ്രചാരണം, ഒരു ചങ്ങാതിയും അവന്റെ കൂട്ടുകാരും. അപ്പൊ അസൂയ കൊണ്ടുണ്ടാകുന്ന പഴയകാല പ്രശ്നങ്ങളല്ല ഇപ്പൊ ഉള്ളത്. ഹബീലിനെ കൊന്നു നമുക്കറിയാം. ദുന്യാവിലും ആകാശത്തും ഉണ്ടായ ഒന്നാമത്തെ ദുരന്തം അസൂയയുടെ ഫലമായിരുന്നു. ഒന്നാമത്തെ ദുരന്തം ആകാശത്ത് മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കപ്പെട്ടപ്പോ അതിന് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അള്ളാഹു ചെയ്യൂല എന്ന് പറയാൻ ഇബ്ലീസിനെ പ്രേരിപ്പിച്ചത് എന്താ? അള്ളാഹുവിന്റെ കൽപ്പനയെ ധിക്കരിക്കാൻ ഇബ്ലീസുൽ ലഈനെ പ്രേരിപ്പിച്ചത് എന്താണ്? അസൂയ മാത്രം. ആദാമിന് എങ്ങനെ എന്നേക്കാൾ വിവരം കിട്ടുക എന്നുള്ളതാണ്. എന്നെ സൃഷ്ടിക്കപ്പെട്ടത് തീയിനാൽ, ആദം മണ്ണിനാൽ സൃഷ്ടം. സ്വാഭാവികമായി ഞാനാണ് ഉന്നതൻ, അതുകൊണ്ട് ഞാൻ സുജൂദ് ചെയ്യൂല. അസൂയയായിരുന്നു അവിടെ പ്രവർത്തിച്ചത്. പിന്നീട് മനുഷ്യന്റെ ഭൂമിവാസം തുടങ്ങി. ഹാബീൽ എന്ന് പറയുന്ന ആദം നബിയുടെ മകൻ ഹാബീൽ എന്ന് പറയുന്ന സഹോദരനെ നിഷ്ഠൂരമായി കൊല്ലുന്നു. എന്തായിരുന്നു കാര്യം? അസൂയ. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒരു മനുഷ്യനെ നേരെ വെട്ടിക്കൊല്ലാതെ അവന്റെ ജോലിയും ജീവിതവും തകർത്ത് അവനെ കൊന്നുകളയുന്നു ഈ സൈബർ അറ്റാക്ക് മുഖേന. പ്രകാരം തൊഴിലിടങ്ങളിലുള്ള പ്രശ്നങ്ങൾ, കാലുവാരലുകൾ, ഇതൊക്കെ അസൂയയുടെ ഫലമായി സംഭവിക്കുന്നതാണ്. അതേപ്രകാരം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതി, ഉപഭോഗ സംസ്കാരം വഴിയുള്ള കടക്കെണി എന്ന് പറയുന്ന വലിയൊരു ദുരന്തം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ നമ്മൾ കാണുന്ന ലോകം അനുഭവിച്ച ലോകവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. സോഷ്യൽ മീഡിയയിൽ എല്ലാ സങ്കടമുള്ള പല ആളുകളായിരിക്കും ചിലപ്പോൾ അഭിനയിക്കാൻ വരുന്നത്. പക്ഷെ അഭിനയത്തിൽ അവർ ആ കഥാപാത്രമായി മാറും. അതാണല്ലോ അഭിനയം എന്ന് പറഞ്ഞാൽ. അപ്പൊ അവരുടെ മനോഹരമായ ജീവിതത്തിൽ കൊതിപൂണ്ട് നമ്മൾ ആ സാധനങ്ങളൊക്കെ നമുക്കും വേണം, അവരുപയോഗിക്കുന്ന വാഹനം നമുക്ക് വേണം, അവരുപയോഗിച്ച ഫ്ലാറ്റ് നമുക്കും വേണം, അല്ലെങ്കിൽ അതിന് തുല്യമായ ഫ്ലാറ്റ് വേണം, ഡ്രസ്സ് വേണം, പെർഫ്യൂം വേണം, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വേണം എന്ന് കരുതിയിട്ട് ജീവിതം മുന്നോട്ടുകൊണ്ടുപോകുന്നു. അപ്പൊ ഏതൊരു ചെറിയ മോന്റെയും താല്പര്യം എന്താണ്? ഏതെങ്കിലും ഒരു വമ്പിച്ച കാറ് അവന്റെ മനസ്സിലുണ്ട്. ഇപ്പൊ സ്കൂളിൽ 4ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടിയുടെ മോഹം എന്താണ്? ഏറ്റവും ചുരുങ്ങിയത് ഒരു 100 ബൈക്കെങ്കിലും വേണമെന്ന് അവൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. അവന്റെ സ്വപ്നത്തിൽ ഫുൾ അതാണ്. എന്തുകൊണ്ടാണ്? ഇത് കിട്ടി ഇതുമ്മ ചെത്തി നടക്കുന്ന കുറെ ഹീറോകൾ അവന്റെ മനസ്സിലുണ്ട്. അതെവിടുന്ന് കിട്ടുന്നു? അവന്റെ മൊബൈൽ ഫോണിൽ നിന്ന്. ചില ആളുകളുടെ വീടുദ്ഘാടനമൊക്കെ ഇങ്ങനെ കാണും. ചില ആളുകളുടെ അടുക്കളയെ പറ്റി ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കും. കുറേ അങ്ങനെ അടുക്കളകളുണ്ട്, കുറേ കിച്ചൺസ് ഉണ്ട്. നമ്മുടെ പെണ്ണുങ്ങളൊക്കെ അത് കാണുന്നു. എന്നിട്ട് അവരുടെ അടുക്കളയിൽ ആ തിണ്ട് എന്താ അല്ലേ, നമ്മളിതിങ്ങനെ കറുത്ത് പഴയ ഗാലക്സി ആ ഒരു മാർബിൾ അടിച്ചത് ഒരു തിണ്ട വെളുത്തിട്ട് പിന്നെ ഇങ്ങനെ അയിമ കേറുകയാണ്. ഇതൊന്ന് പൊളിച്ചിട്ട് വെളുപ്പാക്കിയാൽ, ഇതൊന്ന് പൊളിച്ചിട്ട് വെളുപ്പാക്കിയാൽ. പിന്നെ ആവശ്യത്തിനുള്ള വസ്തുക്കൾക്കപ്പുറം നിരവധിയായ ഉപകരണങ്ങൾ വാങ്ങിക്കൂട്ടുന്നു. ഒരു 100 ടൈപ്പ് കത്തി, ഗ്ലാസ്, പ്ലേറ്റ്, ഇത് വെക്കാനുള്ള സ്റ്റാൻഡുകൾ. അപ്പൊ സ്ഥലം ഉണ്ടാവില്ല. അപ്പൊ അടുക്കള കുറച്ച് നീട്ടണം. കാരണം അതൊക്കെ കൂടെ വാങ്ങിക്കൂട്ടിയാൽ നിലവിലുള്ളടത്ത് കൊള്ളൂല. തുടക്കണ സാധനം നടക്കാണ്. സൂപ്പർ മാർക്കറ്റുകൾ കേറി നടക്കുകയാണ്. എന്തേ കാര്യം? ഏതോ ഒരു അടുക്കളക്കാരത്തി പറഞ്ഞ തുടക്കണ സാധനം ഉണ്ട്. സംഗതി പറഞ്ഞാൽ പഴയ പനിയെടുത്ത് തുടച്ചാലും വെള്ളം പോകും. ഈ ഓട്ട വന്നിട്ട് ഒഴിവാക്കണ പനിയുണ്ടല്ലോ, അതെടുത്ത് ഉപയോഗിച്ച് ഇങ്ങനെ തുടച്ചാൽ നല്ല ക്ലിയർ ആയിട്ട് വെള്ളം പോകും. പക്ഷെ ഇവരുടെ മനസ്സിൽ ഈ സോഷ്യൽ മീഡിയ നടത്തിയ ഒരു ഉപഭോഗ സംസ്കാരമുണ്ട്. ആ വീട്ടിലുള്ള അടുക്കളയിലുള്ള ആ കിച്ചൺകാരി പറഞ്ഞെന്ന അടുക്കളയിലുള്ള സാധനങ്ങളാവണം നമ്മുടെ വീട്ടിലും എന്നിട്ട് ഒരിക്കലും തൊടാത്ത അത്ര
സാധനങ്ങളുടെ ആധിക്യങ്ങൾ കൊണ്ട് അടുക്കള നിറഞ്ഞു പോകുന്നത്. എന്തേ പല കിച്ചൺ കാണും, അതിലൊക്കെ ഉണ്ടാവും പല മോഡല്. അപ്പൊ അതൊക്കെ അവിടെ വേണമെന്ന് ആഗ്രഹിക്കുന്നു, പ്രത്യേകിച്ച് സ്ത്രീകൾ. അപ്പൊ പണം വേണം. പണത്തിന് എന്തെങ്കിലുമൊക്കെ ചെറിയ ജോലി കൊണ്ടൊന്നും പണം നടക്കൂല, പണം കിട്ടൂല വേണ്ട വിധം. അപ്പൊ അതിനു വേണ്ടി പ്രേരിപ്പിച്ചു കൊണ്ടേയിരിക്കണം. ഒരു പാവപ്പെട്ട ഭർത്താവിന് ഇതെല്ലാം കൂടി ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു എന്ന് വരൂല. നമ്മുടെ വീട്ടിൽ ഇപ്പൊ അടുക്കളക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ അല്ലേ എന്ന് അദ്ദേഹം പറയും. വെള്ളം കൊണ്ടുവയ്ക്കാൻ ജഗ്ഗില്ലേ എന്ന് പറയും. പക്ഷെ അവളിങ്ങനെ പറയണ എന്താണെന്നറിയോ, വെള്ളം ഇങ്ങനെ ആളുകളുടെ മേശപ്പുറത്ത് ഇങ്ങനെ വെച്ചിട്ട് അവരിങ്ങനെ ടാപ്പ് തുറന്ന് ഇങ്ങനെ വെള്ളം എടുക്കണേ നല്ല ഉഷാറുള്ള ഒരു കുപ്പി ഉണ്ടല്ലോ, അത് വേണം നമുക്ക് എന്നാണ് അവളെ മനസ്സിലുള്ളത്. അത് ഇന്ന ഓൺലൈനിൽ നിന്ന് ഇന്ന ഓർഡർ എടുത്ത് അങ്ങനെ വരുന്ന അവള് പറയണത്. ഈ പാവപ്പെട്ട മനുഷ്യൻ കിട്ടിയ ശമ്പളം കൊണ്ട് അല്ലെങ്കിൽ ജോലി എടുത്ത കൂലി കൊണ്ട് രണ്ടറ്റം മുട്ടിക്കാൻ കഷ്ടപ്പെടുകയാണ്. അതിനിടയിൽ ഇവളുടെ മനസ്സിലുള്ളത് മൊത്തം ജഗ്ഗിന്ന് വെള്ളം പാരാൻ പറ്റൂല, ആളുകൾ ഭക്ഷണം കഴിക്കണം മേശപ്പുറത്ത്. ഇത് അവർക്ക് ഉപയോഗിക്കാനൊന്നുമല്ല, അവർ നെളിച്ചിത്തരത്തിന്. ഇത് അവർക്ക് ഉപയോഗിക്കാനൊന്നുമല്ല. ആളുകൾ ഭക്ഷണം കഴിക്കുന്ന മേശപ്പുറത്ത് ഇങ്ങനെ ഗോൾഡ് കളറുള്ള ഒരു ടാപ്പ് ഉണ്ട്. അതിങ്ങനെ നല്ല സ്ഫടികം പോലെ ചുറ്റുഭാഗത്തും ഭയങ്കരമായ ആർട്ട് വർക്കൊക്കെ ഉള്ളൊരു കുപ്പിയിലാണ്. അതിന്നിങ്ങനെ വെള്ളം എടുത്ത് കുടിക്കണം എന്നുള്ളത് അവരെ വല്ലാതെ സ്വാധീനിക്കുന്നു. ഇത് കിട്ടുവോളം ഈ മനുഷ്യൻ എങ്ങനെ കടം വാങ്ങിയിട്ടാണെങ്കിലും ഇത് കിട്ടുവോളം അവർ സംതൃപ്തരല്ല. അതോടുകൂടെ കുടുംബ ബന്ധം തകരുന്നു, മക്കളെ നോക്കുന്നതിൽ താല്പര്യം കുറയുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബന്ധങ്ങളിൽ വലിയ വിള്ളലുണ്ടാകുന്നു. ഉപഭോഗ സംസ്കാരം നമ്മളെ ഇങ്ങനെ സ്വാധീനിക്കുന്നത് എന്തുകൊണ്ടാണ്? കാണുന്നത് മൊത്തം ഇതായതുകൊണ്ട്, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നതും ഇതിനായതുകൊണ്ട്. ഇതിൽ നിന്ന് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ബോധപൂർവം പ്രവർത്തിക്കണം. ഈ ഹൈലൈറ്റ് റീൽ എന്ന് പറയുന്ന ഒരു സിൻഡ്രോം ഉണ്ട്. എന്നുവെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു, അത് പലയിടങ്ങളിലായിട്ട് ഈ റീല് കാണുന്നത് അവരുടെ ഏറ്റവും മനോഹരമായ ജീവിതമായിരിക്കും. അത് എഡിറ്റഡ് ആണെന്ന ബോധം നമുക്ക് ഉണ്ടാവണം. അത് എഡിറ്റ് ചെയ്തുണ്ടാക്കുന്നതാണ്, പലവട്ടം അഭിനയിച്ച് കിട്ടുന്നതാണ്. നേരെ മറിച്ച് യഥാർത്ഥ ലോകത്ത് ഈ അഭിനയിക്കുന്നവർക്കും റീലിൽ പ്രത്യക്ഷപ്പെടുന്നവർക്കും നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. അതാരും അലൈസിയില്ല, അതാരും പുറത്ത് വിടൂല്ല. കാണുന്നവരൊക്കെ കാണുന്നത് ഇവരുടെ മനോഹരമായ ജീവിതമാണ്. അതുകൊണ്ട് ഈ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നതാണ് റീലിൽ വരിക എന്നൊരു ബോധത്തിലാവണം ഫോൺ കയ്യിലെടുക്കുന്നത്. ഒന്ന്. രണ്ടാമതായി, അസ്വസ്ഥതയുണ്ടാക്കുന്ന അക്കൗണ്ടുകളിൽ നിന്ന് സമ്പൂർണമായി മാറി നിൽക്കണം. ഇപ്പൊ വെറും ഇടിയും കുത്തും തന്നെ കണ്ടു വളരുന്ന കുട്ടി കൈ മുറുകെ പിടിച്ച സ്കൂൾക്ക് പോണത് ഒരു ചാൻസ് കിട്ടിയാൽ മറ്റവന്റെ മോന്തക്കിട്ടിടിക്കാൻ വേണ്ടിയിട്ട്. അവന്റെ കൈ ഇങ്ങനെയാണ്, നടന്നു പോണത് പോലും ഇങ്ങനെയാണ്, അങ്ങനെ ഈ മസില് വരെ കട്ടുണ്ടാക്കുക എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ട്. അല്ലാഹുവിന്റെ റബ്ബേ, ചെറുപ്പക്കാരെ എത്രമേൽ നശിപ്പിച്ചുകൊണ്ടിരിക്കണത്. ഇങ്ങനെ എല്ലായിടത്തും കട്ട വരാൻ വേണ്ടി അവര് പശുവിന് കൊടുക്കുന്ന ഹോർമോൺ വരെ വാരി തിന്നുന്നു. നമ്മുടെ ചെറുപ്പക്കാരെ റൂമൊക്കെ ഒന്ന് കയറി നോക്കുക, ചിലപ്പോ ഭയങ്കരമായി ദുസ്സഹമായ വാസന ഒക്കെ ഉണ്ടാവും അവിടെ. പലജാതി സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ഇത്ര വലിപ്പമുള്ള കറുത്ത ഈ വണ്ണുള്ള ഭരണിന്റെ അവിടെ പ്രോട്ടീൻ പൗഡറാണ് വാരി തിന്നാൻ. പല സാധനങ്ങളും നമ്മുടെ കേരളത്തിൽ കൂടുന്നതാണ് പ്രശ്നം. വെയിൽ കൊള്ളുന്നത് കൊണ്ട് നമുക്കുണ്ടാകേണ്ട കുറെ സാധനങ്ങളുണ്ട്. വെയിലുള്ളാറിന് പരിപാടി ഇല്ലാത്തത് കൊണ്ട് അത് പിന്നെ വാരി തിന്നണം. ഇത്ര വലിപ്പമുള്ള പ്രോട്ടീൻ പൗഡർ. ഞാൻ ഈടെ ഗൾഫിൽ പോയപ്പോൾ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ റൂമിൽ ചെന്നപ്പോൾ മൂപ്പരുടെ മോനുണ്ട്, എല്ലാവരും ഉണ്ട്. മോന്റെ ഈ കട്ടിലിന്റെ ചോട്ടിലുണ്ട് ഇപ്പൊ വലുപ്പത്തിൽ കറുത്തൊരു സാധനം. എന്താന്ന് ചോദിച്ചപ്പോൾ അവൻ ജിംനേഷ്യത്തിൽ പോകുന്നുണ്ട്. അപ്പൊ അതിനുള്ള പ്രോട്ടീൻ പൗഡറാണ്. മുട്ട അതിന്റെ സ്മെല്ല് പറ്റൂല, വെജിറ്റബിൾസ് അതൊന്നും പറ്റൂല. പിന്നെ ഇത് കേറ്റിക്കൊണ്ടിരിക്കണം. പശുവിനൊക്കെ കൊടുക്കുന്ന ഹോർമോൺ ഉണ്ടാവേണ്ട സാധനങ്ങളൊക്കെ അടിച്ച് കയറ്റിയിട്ട് കട്ട വരുത്തുകയാണ്. എന്തിനാ? സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ വരുന്നു ഇങ്ങനെ 6 പാക്കും 7 പാക്കും 9 പാക്കും ഒക്കെ ആയ കുറെ ആൾക്കാരെ കുറിച്ച്. പള്ള ചാടുന്നത് ശ്രദ്ധിക്കണ്ടേ? അത് വേണം, അതിൽ തർക്കമൊന്നുമില്ല. അത് കൊഴുപ്പ് കൂടിയിട്ടാണ്. നമുക്കറിയാവുന്നത് പോലെ കാർബോഹൈഡ്രേറ്റിന് ഗ്ലൂക്കോസ് ആവാനേ പറ്റൂ. അന്നജം ഏറ്റവും കൂടുതൽ ആ സാധനം അരിയിലും ഗോതമ്പത്തിലും ഒക്കെ ഉണ്ട്. 4-5 നേരം ഒന്നിച്ച് അരി തിന്നുമ്പോ ഈ സാധനം അമിതമായി രൂപപ്പെടും. അത് വയറിലും പൃഷ്ഠഭാഗത്തും പലയിടങ്ങളിലും ഇങ്ങനെ പറ്റിച്ചേർന്ന് കട്ടയ്ക്ക് നിൽക്കും. അങ്ങനെ പള്ള ചാടും. അങ്ങനെ ഇവിടെ പല സാധനങ്ങളും ഉണ്ടാവും. അതിനുവേണ്ടി എക്സസൈസ് ചെയ്യണം. അതിന് വേണ്ട രീതിയിൽ ഭക്ഷണത്തിനെ ക്രമീകരിക്കണം. നമ്മുടെ ചില കിതാബിലൊക്കെ ഉണ്ട്, അരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദവാ ആണ്, ദാ അല്ല.
എന്നുവെച്ചാൽ അത് ചികിത്സയാണ്, ഔഷധമാണ്, ഒരിക്കലും രോഗമല്ല. പക്ഷെ നമ്മൾ ഈ അരി കൊണ്ട് പലജാതി രോഗം അനുഭവിക്കുന്നു. അപ്പൊ കിതാബ് പറഞ്ഞതോ വളരെ ശരിയാ. അരി എന്ന് പറഞ്ഞാൽ ഔഷധാണെന്ന് പറഞ്ഞില്ലേ? ഔഷധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ചെമ്പില് വളമ്പിട്ട് ഭാര്യ തിന്നല അല്ല. ഔഷധാകുമ്പോ ആവശ്യത്തിനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാർബോഹൈഡ്രേറ്റ് ആവശ്യത്തിനെ കഴിക്കാവൂ, ബാക്കിയുള്ളത് വേണം. എന്നിട്ട് ഇത്തരം പരിപാടികൾക്കൊന്നും നിൽക്കാതെ ഈ കട്ടുണ്ടാവണം എന്നുള്ള നിലക്ക് വരിജോതി ജീവിതം നയിക്കുക. അതുള്ളവന് വലിയ സ്ഥാനം, ഇല്ലാത്തവൻ പറ്റ മോശം. അങ്ങനെ മോശം കണ്ട. ഒരു കാലത്തെ ആരോഗ്യരംഗത്തെ കുലപതിയായിരുന്നു കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ അല്ലെ സ്ഥാപകനാകുന്ന VS വാര്യർ. അദ്ദേഹത്തിന്റെ പ്രതിമ അതവിടെ വലിയ പള്ളുണ്ടല്ലോ. പള്ള വേണമെന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. ഉണ്ടായി എന്നതുകൊണ്ട് പതിയെ 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 കുറക്കാൻ ശ്രമിക്കല്ലാതെ കട്ട വരണം എന്ന് കരുതിയിട്ട് പല ജാതി ഭാരമേറിയ സാധനങ്ങളും വലിച്ച് അങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ട് ഇതിനു വേണ്ടി മാത്രം ഒരു ജീവിതം എന്ന് വന്നാൽ, എന്നിട്ടോ നല്ല തടിച്ച മസിലുകൾ ഉണ്ടാവും. വയസ്സിങ്ങനെ കൂടുന്നതനുസരിച്ച് ഈ തൊലിയുടെയൊക്കെ ഊർജവും അതിന്റെ ശക്തിയൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരും. മസിൽ അങ്ങനെ തന്നെ കിടക്കും. എന്നിട്ട് അതിങ്ങനെ തൂങ്ങി നിൽക്കണ വലിയ ബാധ്യത വരും. പ്രായോഗികവും നൈസർഗികവും അല്ലാതെ ഉരുട്ടി കൊണ്ടുവന്നുള്ള പ്രശ്നങ്ങളാണ് ഞാൻ പറയണത്. ലോകത്തെ ഏറ്റവും വലിയ മസിലുള്ള ഒരു ചങ്ങാതി ഉണ്ട്. ആ ചങ്ങാതിന്റെ കൈയിന്റെ ഇവിടെ വല്ല തെങ്ങിന്റെ കുറ്റിയോലെയാണ്. ഓന്റെ ജീവിതം എത്ര ദുസ്സഹാന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ കുരിശു വെച്ചമാര് ഇങ്ങനെയല്ലേ നടക്കാൻ പറ്റുള്ളൂ? അല്ലെങ്കിൽ ഇവിടെ തട്ടിക്കൊണ്ടിരിക്കൂലേ? ഇങ്ങനെ കൈയൊന്ന് വീശി സന്തോഷത്തിൽ നടക്കാൻ പറ്റുമോ? നടക്കാൻ പറ്റൂല. ഇവിടെ മുറിയായി പോവും. കാരണം ഇങ്ങനെ വരതി സ്പർശിച്ചുകൊണ്ടിരുന്നുണ്ട്. എന്താ പൈലൊരു അർത്ഥമുള്ളത്? അങ്ങനെ കുറെ പോഴത്തക്കാരില്ലേ, ലോക റെക്കോർഡുകാര്. 4 മീറ്റർ നഖമുള്ള ഒരുത്തുണ്ട്. ഓൻ്റെ ഈ കൈ പാകെ ശുഷ്കിച്ചു എന്നാണ്. കാരണം ഇതൊന്നും ഇളകണ്ടേ, ഇതിന് വേണ്ട വല്ല ഈ ഗുണം കിട്ടണമെങ്കിൽ. ഇളകണില്ല. ഇങ്ങനെ ഓൻ്റെ ജീവിതം ആലോചിച്ച് നോക്കി. എത്ര ഈ പുതിയ പെണ്ണുങ്ങളൊക്കെ ഇപ്പോൾ കല്യാണ പെണ്ണൊക്കെ വരുമ്പോൾ പിറകിലുണ്ട് ഒരു 5-6 മീറ്റർ ഓളെ കുപ്പായ ഇങ്ങനെ നീണ്ടുന്നിട്ട് 4-5 ആൾക്കാർ താങ്ങി പിടിച്ച് ഇങ്ങനെ കൊണ്ടുവരുന്നു. എന്തിനത് നീട്ടിയത് എന്നറിയോ? 5-6 ആൾക്ക് താങ്ങി പിടിക്കാൻ, അല്ല എന്ത് ഗുണം അതുകൊണ്ട്? അതേ പ്രകാരം എൻ്റെ നഖം 4 മീറ്റർ, അത് ഇങ്ങനെ നീട്ടിപ്പിടിച്ചെടുക്കാൻ ഒരാൾ വേണ്ട. ഇങ്ങനെ ഈ ആലിന് വേരിറങ്ങിയ പോലെ നഖം ഇങ്ങനെ കിടക്കുക. എങ്ങനെ ഒന്ന് ടോയ്ലറ്റ് പോകുന്ന ആലോചിച്ച് നോക്കൂ. എങ്ങനെ ഭാര്യയോടൊപ്പം സംസർഗം ആലോചിച്ച് നോക്കൂ. ഈ ജോതി നഖം പിടിച്ചിട്ട് എങ്ങനെ അവൻ ഭാര്യയോടൊപ്പം ഒരു ലൈംഗികമായ ജീവിതം നയിക്കണമെന്ന് ആലോചിച്ച് നോക്കൂ. എന്നാലും റെക്കോർഡുണ്ടല്ലോ, അത് മതി. ഇതാണ് സോഷ്യൽ മീഡിയ നമ്മുടെ ചെറുപ്പക്കാരിൽ വരുത്തുന്ന ഈ മിഥ്യാബോധത്തിന്റെ സ്വാധീനം. ഇത് ഭയങ്കര മാരകമാണ്. അപ്പോൾ ഇങ്ങനെ നമ്മളെ തോൽപ്പിക്കുന്ന കുറേ അക്കൗണ്ടുകളുണ്ട്. എക്സൈസ് പറയുന്ന സാധനങ്ങളുണ്ട്, കുറേ കട്ടകളെ പറ്റി പറയുന്ന സാധനങ്ങളുണ്ട്, ഫുട്ബോൾ സ്കിൽ മാത്രം പറയുന്ന സ്ഥാപനങ്ങൾ ഈ അക്കൗണ്ടുകളുണ്ട്. അപ്പോൾ ഓടണീൻ്റെ ഇടയിൽ കാൽ ബാക്കിന്ന് ഇങ്ങനെ പന്ത് മുന്നിക്ക് വരാൻ പറ്റണില്ലെങ്കിൽ ഇന്നൊന്നിനും പറ്റൂല എന്ന് പന്തളിക്കാരൻ വിചാരിക്കണത്. നമ്മുടെ കേരളത്തിലെ പ്രാദേശിക പന്തളിക്കാരൻ സംഗതി സാധനം മുന്നിലിട്ടിട്ട് ഒരടി കൊടുത്തിട്ട് ആ വലയിൽ കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പം അതിൻ്റെ പ്രധാനപ്പെട്ട സംഗതി. അതിന് പല ജാതി പരിപാടിയും ചെയ്യാൻ പറ്റും. പക്ഷെ ഇങ്ങനെ ഓടുന്നതിൻ്റെ ഇടയിൽ പന്ത് മേലെക്കൂടി മുന്നിക്ക് വരുന്നില്ല, ആ സ്കില്ല് എനിക്കില്ലെങ്കിൽ എന്നൊന്നിനും പറ്റൂല എന്നാകുന്നു. അങ്ങനെ എപ്പോഴും ഒരു ആത്മനൈരാശ്യത്തിൻ്റെ ലോകത്ത് പുതിയ തലമുറ ജീവിക്കുന്നു. നന്ദി ശീലിക്കണം, അതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. അങ്ങനെ വരുമ്പോൾ ഈ അസൂയ മാറും. സോഷ്യൽ മീഡിയയിൽ അസൂയ മാറും. നന്ദി ശീലിക്കുക. എങ്ങനെ നന്ദി ശീലിക്കൽ? ഏതെങ്കിലും ഒരുത്തൻ എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ അത് സമ്മതിക്കാനുള്ളൊരു മനസ്സ്. നമുക്ക് വേറെന്തൊക്കെയോ ഗുണമുണ്ട്, അതിൽ റബ്ബിനോട് നന്ദി പറയാനുള്ള ഒരു നല്ല മനസ്സ്. അവനങ്ങനെ ഒരു ഗുണമുണ്ട്. നേരെ മറിച്ച് നമുക്കതിലേറെ കുറെ ഗുണങ്ങളുണ്ട്. ഇപ്പൊ സുമോ ഗുസ്തിക്കാർ എന്ന് പറഞ്ഞ സാധനമുണ്ട്, ജപ്പാനിലാണ്. അവർ ഈ ഒരു വമ്പൻ തടിയന്മാരാവാൻ വേണ്ടി തുടക്കം മുതൽ നെയ്യ് പോലെയുള്ളത് തിന്ന് തടിക്കാണ്. കാരണം അതവരുടെ ഒരു സാംസ്കാരികമായ ഒരു പരിപാടി കൂടെ, വെറും ഒരു സ്പോർട്സ് അല്ല, അവരൊരു സാംസ്കാരികമായ ജപ്പാന്റെ തനത് സംസ്കാരമായിട്ട് ബന്ധപ്പെട്ടൊരു സംഗതി കൂടെയാണ്. മാർബിളിന്റെ പരസ്യത്തിൽ കാണല്ലേ ഇങ്ങനെ നിൽക്കണ ആ സാധനങ്ങൾ. ഇത്ര തടിയാണ്, ഇങ്ങനെ പിണേന നമ്മളെ ഈ ബ്രോയിലർ കോഴിയാളെ മാതിരി ഒരു സാധനങ്ങൾ. എന്നിട്ട് അവർ തല്ലുകൂടുക, മഹാസാധനങ്ങൾ, വൈക്കോക്കൂന പോലത്തീറ്റങ്ങൾ തല്ലുകൂടുക. എന്നിട്ട് പിടിച്ചു മറിച്ചിടുക, തള്ളിടുക, എന്തോ ചെയ്താൽ വിജയിക്കും. അപ്പോൾ അവരുടെ ഗോത്രം ഉഷാറായി. ഈ സാധു മനുഷ്യന്മാരുടെ അത്ര ഉഷാർ എനിക്കില്ല എന്ന് പറഞ്ഞ് ടെൻഷനാണീനപ്പുറം 40 വയസ്സായിട്ടങ്ങൾ മരിക്കും എന്നുള്ളത് ആലോചിച്ചാൽ പോരെ. ഇവർ 40 വയസ്സ് കഴിഞ്ഞാൽ മരിക്കുന്നതാണ്. കാരണം അவ்விധത്തിൽ കൊഴുപ്പ് കൂട്ടിയിട്ടാണ് ഈ സുമോ ഗുസ്തിക്ക് ഇറങ്ങണത്. അപ്പം നമുക്ക് ചില ഗുണങ്ങളുണ്ട്. പടച്ച റബ്ബേ, ഞാൻ വളരെ സ്കെൽറ്റാണ്. അപ്പൊ തടി കൂടാൻ കുറേ മരുന്നുകൾ.
ഈ കേരളത്തിലൊക്കെ ഈ കാലത്ത് ഇതുവരെയും നടന്നു വന്നിരുന്നതാണ് ഈ ലൈംഗിക ബന്ധമൊക്കെ. അതിൻ്റെ അനുരണനങ്ങളും ഫലങ്ങളുമാണെന്ന് കാണുന്ന ജനങ്ങളും മനുഷ്യന്മാരും ഒക്കെ. പക്ഷെ പുതിയ കാലത്ത് എല്ലാവർക്കും എന്തോ രോഗമുണ്ട് എന്ന് എല്ലാ കമ്പനിക്കാരും ചേർന്ന് നമ്മളങ്ങോട്ട് പറഞ്ഞു കയറ്റിയിരിക്കണ്. എന്നിട്ട് രസകരാണ് ചില സംഗതികളൊക്കെ. അവരുടെ ഈ ലൈംഗിക ഭാഗങ്ങളൊക്കെ മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റാത്ത മാതിരി വികാസം വരുന്നൊക്കെ പറഞ്ഞ് ഏതോ ഈ ഉത്തരേന്ത്യൻ കമ്പനിയിൽ നിന്ന് വരുന്ന ടാബ്ലറ്റ് തിന്നുകൊണ്ടിരിക്കുക. കിഡ്നി പോണത് അറിയില്ല. ഈ സാധനങ്ങൾ അകത്തേക്ക് എത്തിക്കുന്ന മാരകമായ വസ്തുക്കളെ സംസ്കരിക്കാൻ വേണ്ടി കരള് ഓവർ ഡ്യൂട്ടി ചെയ്യുന്നത് കാരണം കരളിനുണ്ടാകുന്ന വിവിധങ്ങളായ രോഗങ്ങളെ കുറിച്ച് ഇപ്പം അറിയില്ല, പിന്നെ വരുള്ളൂ. ഈ കമ്പനിക്കൊന്നും വല്ലാതെ അഡ്രസ്സും ഉണ്ടാവില്ല. നമ്മൾ ആരാ തെറ്റിദ്ധരിപ്പിച്ചത് നമ്മൾ ഇவ்விധം മോശക്കാരാണെന്ന്? അവരുണ്ടാക്കുന്ന പരസ്യത്തിൽ കാണുന്നത് പോലെയാണ് യഥാർത്ഥ ജീവിതം എന്ന് ആരാ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചത്? ഒരു സംശയം വേണ്ട, സോഷ്യൽ മീഡിയ. അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതും നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിൽ, ലഭ്യമായ അനുഗ്രഹങ്ങളിൽ നന്ദി അറിയുക എന്നുള്ളതും ഇതിൽപ്പെട്ട മറ്റൊരു സംഗതിയാണ്. പിന്നെ ഡിജിറ്റൽ ഡിറ്റോക്സ് എന്ന് പറയുന്നൊരു സംഗതി ഉണ്ട്. സമയമല്ല, വളരെ ലളിതമായി പറഞ്ഞാൽ കൃത്യമായ സമയം ഫോൺ തൊടൂല എന്നൊരു തീരുമാനം എടുക്കുക. ഇപ്പൊ രാവിലെ സുബഹിന്റെ ശേഷം 8 മണിക്കേ ഞാൻ ഫോൺ എടുക്കുള്ളൂ എന്നൊരു തീരുമാനം എടുത്താൽ എന്താ? അപ്പൊ അതുവരെ എന്ത് ചെയ്യണം? വേറെ ഏതെങ്കിലും പരിപാടി വേണം. നമുക്ക് ഖുർആൻ ഓതാം, ദിക്റല്ല. സൂര്യൻ ഉദിക്കോളം ദിക്റല്ലെന്നെ പോരിഷൊന്നും ഉൾക്കൊള്ളുക. പള്ളിയിലിരുന്ന് സൂര്യൻ ഉദിക്കോളം സുബഹിസ്കാരം കഴിഞ്ഞ് ദിക്റ് ചെല്ലുന്നവരുടെ പോരിഷൊന്നും ഉൾക്കൊള്ളുക. ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും ഈ 50-60 വയസ്സായ ആളുകൾ അതൊക്കെ ഒന്ന് ശീലിക്കണം. രാവിലെ 8 മണിന്റെ ശേഷമേ ഞാൻ ഫോൺ എടുക്കുള്ളൂ. മീൻസ് വല്ല കോളൊക്കെ വന്നാൽ കോൾ എടുക്കുക. അതല്ലാതെ ഇങ്ങനെ വാട്സാപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാ മാറി കണ്ട് ജീവിതം തുലയ്ക്കുന്ന കുറേ സംഗതികളില്ലേ, അതിൽ നിന്ന് മാറിക്കുക. ഒന്ന്. രണ്ടാമത്തെ ഒരു സംഗതി, ഫോൺ കൊണ്ട് നടക്കേണ്ട കാര്യത്തിന് മാത്രമേ ഞാനത് ഉപയോഗപ്പെടുത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ എടുക്കണം. ഒരുത്തനെ വിളിക്കേണ്ടി വന്നാൽ ഈ ഫോൺ ഉപയോഗപ്പെടുത്തണം. വല്ലാണ്ട് പോയ വല്ല SMS ഒക്കെ വിടാനും അത് വേണം. ബാക്കിയുള്ളതിനൊന്നും അത് വേണ്ട. മീൻസ് പാട്ട് കേൾക്കണം എന്നുണ്ടെങ്കിൽ റേഡിയോനോ ടൈപ്പ് റെക്കോർഡൊക്കെ വാങ്ങുക. വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ ആ സാധനം വാങ്ങുക. വീഡിയോ കാണണം, അതൊരു മത്തായ സംഗതി എന്നൊന്നുമല്ല ഞാൻ പറയണത്. ഫോണിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഐഡിയ പറയണം. അലാറം വെക്കണം എന്നുണ്ടെങ്കിൽ ആ എന്ന് പറഞ്ഞാൽ എന്തായാലും ഉണരേണ്ട ഭയങ്കര ഒച്ചപ്പാടുള്ള സാധനം ഉണ്ടായില്ലേ, ഗാന്ധിജി കെട്ടി തൂക്കുന്ന സംഭവം, അത് വാങ്ങുക. അലാറം അതിമ വെക്കുക, ഇതുമല്ല. അങ്ങനെ വരുമ്പോ ഇതുമായുള്ള അമിതമായ ബന്ധം പതിയെ മാറും. ഇതിനാണ് ഈ സംഗതി. അല്ലെ പുസ്തകം വായിക്കുക, നല്ലൊരു പുസ്തകം വായിക്കുക. ഞാൻ രാവിലെ സുബഹിസ്കരിക്കും, ഒരു ജുസു ഖുർആൻ ഓതും. ഞാൻ ഈയിടെ കണ്ണൂരിലേക്ക് ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയപ്പോൾ എന്നെ റെയിൽവേക്ക് കൂട്ടാൻ വന്നു 2 ചെറുപ്പക്കാർ. അതിലൊരു ചെറുപ്പക്കാരൻ എനിക്ക് വല്ലാതെ ഇഷ്ടമായി. ഓൻ രാവിലെ തഹജ്ജുദിന് എഴുന്നേറ്റ് 3 ജുസു ഖുർആൻ ഓതുമല്ലോ. സംസാര മധ്യവും പറഞ്ഞു പോയതാണ്. ഇവന്റെ കൈയിടിച്ചൊന്ന് മുത്തണം തോന്നി. തഹജ്ജുദിന് എഴുന്നേറ്റാൽ. അപ്പൊ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു. ഞാൻ ശരിക്കും ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ എന്താ അറിയോ, അല്ലെങ്കിൽ ഉമ്മ സമ്മതിക്കൂല, ഉമ്മ ഉണ്ടാവും കൂടെ എന്നാണ്. അങ്ങനത്തെ ഉമ്മയാണ് ആ നാടിന്റെ ഐശ്വര്യം, കുടുംബത്തിന്റെ എന്നല്ല കേട്ടാ, ആ നാടിന്റെ ഐശ്വര്യം. പക്ക നാടൻ പയ്യൻ. എന്നെ കൂട്ടാൻ വന്നത് ഒരു കറുത്ത പാൻറ്റും കറുത്ത ടീഷർട്ടും ഇട്ടിട്ടാണ്. തൊപ്പിയൊന്നുമില്ല, അത്യാവശ്യം നല്ല മുടിയൊക്കെ ഉണ്ട്. പക്ഷെ കോലം കെട്ട കാക്കക്കൂട് പോലത്തെ മുടിയൊന്നുമല്ല, മുടിയൊക്കെ ഉണ്ട്. അത് ചീകിയൊക്കെ വെച്ച് ഉഷാറുള്ളൊരു കുട്ടി. രാവിലെ എന്നും 3 ജുസു ഖുർആൻ ഓതുന്ന പറഞ്ഞു. 10 ദിവസം കൊണ്ട് ഖത്തം, ഒരു മാസം കൊണ്ട് 3 ഖത്തം. വീട്ടിലൊക്കെ ഉള്ള മക്കളോടൊക്കെ ഒന്ന് അന്വേഷിക്കുക, കഴിഞ്ഞ റമദാൻ കഴിഞ്ഞ് റമദാനിന്റെ ഇടയ്ക്ക് 1 വട്ടം ഖത്തം തീർത്തോന്ന്. ഈ പയ്യന് ഖുർആൻ എടുത്തു ഓതാൻ വേണ്ടി സമയം ആവശ്യം വരുമ്പോ രാവിലെ എണീറ്റിട്ട് അതുവരെ വന്നത് പരിശോധിക്കാൻ സമയം കിട്ടൂല. ഇതാണ് പറയണത്. ഞാൻ ഈ പറഞ്ഞ ഡിജിറ്റൽ ഡിറ്റോക്സ് എന്ന് പറഞ്ഞ സാധനം അതാണ്. ഏതെങ്കിലും ഒരു സംഭവത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ഇതിൽ നിന്ന് മാറി നിൽക്കുക. പിന്നെ അസൂയയെ പ്രചോദനമായിട്ടെടുക്കുക. എങ്ങനെ? അവന് ഭയങ്കര ഉഷാറ്, അതുകൊണ്ട് നമുക്കിത് ഇല്ലാതാക്കാൻ ഏതെങ്കിലും ഒരു മന്ത്രക്കാരനെ ഒരു തന്ത്രക്കാരനെ കാണട്ടെ എന്ന് വിചാരിക്കുന്നതിന് പകരം എങ്ങനെ ഓൻ അങ്ങനെ ആയത്, അതുപോലെ ഞാനാവും എഴുതിയിട്ട് അധ്വാനിക്കുക. റാങ്ക് കിട്ടിയതാണോ? ഡിഗ്രിക്ക് മറ്റൊരു റാങ്ക് കിട്ടിയെന്ന് അസൂയാണ്. PGക്ക് ഞാൻ മേടിക്കുമെന്ന് വിചാരിക്കുക, അതിനുവേണ്ടി അധ്വാനിക്കുക.
അദ്ദേഹം ഒരു ടെക്സ്റ്റൈൽസ് തുടങ്ങി, അതിൽ ഗംഭീര വിജയം നേടിയോ. എന്നാൽ ഞാനിപ്പുറത്തൊരു പലചരക്ക് കട തുടങ്ങിയിട്ട് വിജയിക്കുമെന്ന് തീരുമാനിക്കുകയാണ്. അവൻ്റെ മക്കൾക്ക് റാങ്ക് കിട്ടുന്നുണ്ട്. എന്തുകൊണ്ടാണ് പഠിക്കുക? ആ മക്കളൊക്കെ എങ്ങനെയെങ്കിലും വണ്ടി തട്ടേ എന്നല്ല. നമുക്ക് സങ്കല്പിക്കാൻ പറ്റൂല, ഓർക്കാൻ പറ്റൂല. അബുദാബിയിലൊക്കെ ഒരു വീട്ടിലെ കുഞ്ഞുങ്ങൾ 4 മരിച്ചു പോയ റിപ്പോർട്ട് നമ്മൾ കാണുന്നുണ്ട്. നല്ല പൂമ്പാറ്റകളെ പോലെ പാറിക്കളക്കേണ്ടവർ. ആ കുടുംബത്തിന് അള്ളാഹു മനസ്സമാധാനം നൽകട്ടെ. ഒരു കുട്ടിയാണ് ബാക്കിയുള്ളത്. അത്തരം അപകടങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയൊക്കെ കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ നല്ല റാങ്ക് കിട്ടിയ കുട്ടിയാണ്. അവൻ ബൈക്ക് ഓടിക്കുമ്പോൾ വീണ് അവൻ്റെ തല പൊളിയട്ടെ എന്നല്ല വിചാരിക്കേണ്ടത്. എൻ്റെ കുട്ടിക്ക് എന്തുകൊണ്ട് റാങ്ക് കിട്ടണില്ല എന്ന് ആലോചിക്കണം. അപ്പൊ അവൻ ട്യൂഷൻ കൊടുക്കേണ്ടി വരും. അവനെ സുബൈൻ്റെ ശേഷം ഇരുത്തി പഠിപ്പിക്കണോ, വേണ്ടി വരും. എല്ലാവരും മൊബൈലിൽ കളിക്കുകയാണ്. അതുകൊണ്ടാണ് കുട്ടിക്കും പ്രചോദനം. ഇയാളും ഭാര്യയും മൊബൈലിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും. ഇതാണ് അസൂയയെ പ്രചോദനാത്മകമാക്കുക എന്ന് പറഞ്ഞാൽ വളരെ ആവശ്യമാണ്. അങ്ങനെ വന്നാൽ നമുക്ക് വളരെയേറെ ഗുണപ്രദമായ ജീവിതം സാധ്യമാകും. പിന്നെ ഈ താരതമ്യം വേറൊരു വ്യക്തിയോട് നടത്തുന്നതിന് പകരം സ്വന്തത്തോട് നടത്തുക. നമുക്കുണ്ടല്ലോ കുറെ ഗുണങ്ങൾ. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഗുണമുണ്ട് താരതമ്യം ചെയ്യുമ്പോൾ, എന്നാൽ എനിക്ക് ഇങ്ങനെ ഒരു ഗുണമുണ്ടല്ലോ എന്ന് താരതമ്യം ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രചോദനം കിട്ടും. പരിശുദ്ധ ഇസ്ലാമിലേക്കും ആത്മീയ സരണിയിലേക്കും വളർന്നു വരിക. പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട് സൂറത്തു നിസാഇന്റെ 54-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ അവരോട് അസൂയ വെക്കുകയാണോ അള്ളാഹു നൽകിയ കാരണത്താൽ? അതുകൊണ്ട് അസൂയ വെക്കുന്നയാൾ അള്ളാഹുവിനോട് ശത്രുത പ്രഖ്യാപിച്ചു എന്നാണ് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നത്. എങ്ങനെ അസൂയ വെക്കുന്നവൻ അള്ളാഹുവിനോട് ശത്രുവാ? പടച്ച റബ്ബ് കൊടുത്തതാണ് ഒരുത്തന് നിയമത്ത്, അത് നീങ്ങട്ടെ എന്ന് ഇവിടെ ഇങ്ങനെ കുരുട്ടുമായിട്ട് നടക്കുകയാണെങ്കിൽ റബ്ബിന്റെ ആ തീരുമാനം ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. റബ്ബ് അവന് നിയമത്ത് കൊടുത്തത് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ്. അത് നീങ്ങട്ടെ എന്ന് എഴുതി നിൽക്കുന്ന സമയത്ത് എന്താണ്? റബ്ബിനോട് ശത്രുത കാണിക്കുകയാണ്. കാരണം അള്ളാഹിന്റെ ആ തീരുമാനം ശരിയല്ല എന്നാണ് അടിസ്ഥാനപരമായി നമ്മുടെ വിശ്വാസം. അതുകൊണ്ടാണ് അത് നീങ്ങാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. എന്ത് മോശമാണിത്! എല്ലാത്തിനേക്കാളും അപ്പുറം, ഞാൻ അവസാനിപ്പിക്കുകയാണ്, എല്ലാത്തിനേക്കാളും അപ്പുറം മനുഷ്യന് വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം അസൂയയുമായി നടക്കുമ്പോൾ അവന്റെ ജീവിതം ദുനിയാവിൽ തന്നെ തോറ്റുപോകണമെന്നാണ്. ഈ അസൂയ എന്നെപ്പോഴും അയൽവാസിന്റെ വീട്ടിൽ ടാങ്ക് കൊണ്ടുവന്നു, ഇങ്ങനെ അസൂയ. ഓരോ വീട്ടിൽ കാർ മേടിച്ച്, നമ്മളിവിടെ ആകെ ഉള്ളത് ഒരു MET ബൈക്ക്, ഒരു സ്കൂട്ടിയുള്ളത്, അതിനസൂയ. അയൽവാസി അവന്റെ വീട്ടിൽ കട്ടിട്ട് ഇവിടെ വർഷമായി കഴിഞ്ഞ വർഷക്കാലായ ചളിയായിട്ട് നടക്കാൻ വയ്യ. അസൂയപ്പെടല്ല വേണ്ടതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രചോദനാത്മകമാക്കണം. എങ്ങനെ അവൻ കാറ് മേടിച്ചു എന്നുള്ളതിനെ പറ്റി ആലോചിക്കണം. അങ്ങനെ കാറ് മേടിക്കാൻ പറ്റുന്ന പരിതസ്ഥിതിയിലേക്ക് മാറാൻ വേണ്ടി അധ്വാനിക്കണം. അത് മക്കൾക്കൊരു പ്രചോദനമായിട്ട് നിർത്തണം. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ, ഇമാം മുസ്ലിമും ഇമാം ബുഖാരി തങ്ങളൊക്കെ റിവായത്ത് ചെയ്തൊരു ഹദീസ് നമുക്കറിയാം. ഉന്നുറു ഇലാമൻ അസ്ഫല മിൻകും, താഴേക്കടയിലുള്ള ആളുകളിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. വലാ തുന്നുറു ഇലാമൻ ഹുവ ഫൗഖഹും, നിങ്ങളെക്കാൾ മേലെയുള്ളവരിലേക്ക് ആഗ്രഹിക്കരുത്. ദുനിയാവിന്റെ കാര്യത്തിൽ പ്രത്യേകം പറയണം. ഈ ഇൽമിന്റെ കാര്യത്തിൽ വലിയൊരാഗ്രഹിക്കണം. നല്ല തഖ്വയുണ്ട്, നല്ല ഇബാദത്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ അയൽവാസി, അത് അവനെ തന്നെ കാണണം, മോനേക്കാൾ ഉഷാറാവാൻ ശ്രമിക്കണം. നേരെ മറിച്ച് ദുനിയാവിന്റെ കാര്യത്തിൽ താഴെയുള്ളവരിലേക്ക് ആഗ്രഹിക്കുക. നമുക്ക് ഇത്രയൊക്കെ നിയമത്ത് റബ്ബ് തന്നിട്ടുണ്ട്. വീടില്ലാത്ത എത്ര പേരുണ്ടെന്ന് ആലോചിക്കണം, ടോയ്ലറ്റ് ഇല്ലാത്ത എത്ര പേരുണ്ടെന്ന് ആലോചിക്കണം, എല്ലാ മക്കളും മന്ദബുദ്ധികളായ എത്ര രക്ഷിതാക്കളുണ്ട് എന്ന് ആലോചിക്കണം, ഓട്ടിസം ബാധിച്ച മക്കൾ മാത്രമുള്ളവരെ കുറിച്ച് ആലോചിക്കണം. നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു 4 മക്കൾ ഒരു വീട്ടിൽ നിന്ന് അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി ഒരു ദിവസം പോയതിനെ കുറിച്ച് ആലോചിക്കണം. അപ്പൊ അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്തുകളെ കുറിച്ച് ബോധവാന്മാരാകും. അസൂയ മാരകമായൊരു ദൂഷ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഹൃദയത്തിന്റെ രോഗങ്ങളിൽ നമ്മുടെ അമലിനെ എത്രമേൽ നശിപ്പിക്കുന്ന, മാനസിക രോഗികളാക്കുന്ന, തനി ഡിപ്രഷനിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന, ദുനിയാവിൽ തന്നെ ഗംഭീരമായ പരാജയം നൽകുന്ന വളരെ മോശപ്പെട്ടൊരു പ്രവണതയാണ് അസൂയ എന്ന ബോധത്തിൽ അതിനെതിരെ ശക്തമായി നിലകൊള്ളാൻ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, സഹോദരന്മാർ ഉത്സുകരാവണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ, നല്ല മനസ്സ് നൽകുമാറാവട്ടെ, ആരോടും വിദ്വേഷമില്ലാത്ത, ആരോടും ഒരുവിധ ദുശ്ചിന്തകളുമില്ലാത്ത വിശാലമായ മനസ്സ് നൽകി അള്ളാഹു നമ്മെയും നമ്മുടെ ബന്ധുമിത്രാദികളെയും മക്കളെയും ഒക്കെ ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടുത്തുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.